ഓം ശ്രീമാത്രേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ നാമങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മള് ദേവിയുടെ പ്രധാനപ്പെട്ട കുണ്ടലിനി സ്വരൂപത്തെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 111 നാമം വരെ ദേവിയുടെ കുണ്ടലിനി സ്വരൂപമാണ്. അപ്പൊ നമുക്ക് ഇന്നലെ നമ്മള് കുലാങ്കന കുലം എന്ന് പറഞ്ഞിട്ട്, അതായത് മൂലമന്ത്രാത്മിക തുടങ്ങി മൂലകൂടത്രയ കളയവര, കുളാമൃതേകരസിക, കുലസങ്കേത പാലിനി, കുലാങ്കന വരെയുള്ള നാമങ്ങളാണ് കണ്ടത്. അപ്പോ നമുക്ക് അടുത്തത് കുലാന്തസ്ഥ. അപ്പൊ നമ്മൾ കണ്ടു ദേവി കുലസങ്കേത പാലിനിയാണെന്നല്ലേ. കുലസങ്കേത പാലിനി 91ാമത്തെ നാമം. കാരണം കുലത്തിന്റെ സമ്യക്കായ കേതത്തെ പാലിക്കുന്നവൾ. അപ്പൊ ആ ശക്തി കുലസങ്കേത പാലിനി, തന്റെ കുടുംബത്തെ നന്നായി പരിപാലിക്കുന്നവളാണ് ദേവി എന്നാണ് ഈ ഒരു നാമം കൊണ്ട് അർത്ഥം വരുന്നത്. കൈലാസമാകുന്ന കുടുംബത്തെ തന്നെ നന്നായിട്ട് പാലിക്കുന്നവളാണ് പാർവതി ദേവി. കുലം എന്നാല് ശരീരം കൊണ്ട് ആചരിക്കേണ്ട ഒരു അനുഷ്ഠാന സമ്പ്രദായം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ആ സങ്കേതം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാനോ എല്ലാവർക്കും ഗ്രഹിക്കാനോ സാധ്യമല്ല. അപ്പൊ ജ്ഞാനികളും വിശ്വാസികളുമായ ശിഷ്യന്മാർക്ക് മാത്രമേ ആചാര്യന്മാര് അത്തരം സങ്കേതങ്ങൾ ഉപദേശിച്ചു കൊടുക്കാറുള്ളൂ. അത് അനർഹരുടെ കയ്യിൽപ്പെടാതെ പരിപാലിച്ചു കൊണ്ടുവരുന്ന ദേവിയാണ് നമ്മൾ കുലസങ്കേത പാലിനി എന്ന് പറയുന്നത്. അപ്പൊ തന്റെ ഉപാസന രീതികളെ അതുപോലെ തന്നെ പരിപാലിക്കുന്ന ഗുരുവാണ് ഇവിടെ ദേവി. അർഹതയും അനർഹതയും എല്ലാ വിഷയത്തിലും ഉണ്ട്. സ്നേഹവും സഹതാപവും ഒന്നും നമ്മളെ ഭരിക്കരുത്. അനർഹർക്ക് അർഹത നേടാൻ ബഹുദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അത് അവർ താണ്ടാൻ തയ്യാറാണെങ്കിൽ അവരെ അർഹതയിലേക്ക് എത്തിക്കാം. അത്രമാത്രമേ ഒരു ഗുരുവിന് ചെയ്യാൻ സാധ്യമാകൂ. അതുവരെ അവരുടെ യോഗ്യതയെ പുറമോടികളിൽ അളക്കാൻ സാധ്യമല്ല. സ്വാധീനം കൊണ്ടോ അനുകമ്പ കൊണ്ടോ അവർക്ക് അത് പ്രാപ്യമാക്കരുത്. അങ്ങനെ ചെയ്താൽ വെള്ളത്തിലെ വര പോലെ അത് നിഷ്പ്രഭമാകുകയും ചെയ്യും. വിദ്യുച്ഛക്തിയെ സ്പർശിച്ചാൽ ഉണ്ടാകുന്ന പോലെയുള്ള ആത്മനാശവും സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പോൾ കുണ്ടലി ജ്ഞാനം അതറിയാൻ താല്പര്യമുള്ളവർക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഈ വിദ്യയെ മലിനപ്പെടുത്തുവാനോ അപഹസിക്കപ്പെടുത്തുവാനോ അവസരം ഉണ്ടാക്കരുത്. ഒരു ഗുരുവിന്റെ സാധകന്റെ പ്രധാന കർത്തവ്യം ഇതായിരിക്കണം. കുലസങ്കേതം എന്നതില് കേതം എന്ന ശബ്ദത്തിന് ജ്ഞാനം, ലക്ഷ്യം, ആത്മസംയമനം എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അപ്പോ സമ്യക്കായി കേതത്തെ വിനിയോഗിക്കുന്നവൾ. ഇപ്പൊ കുലം എന്നാല് ഗോത്രം, ജ്ഞാനം. അപ്പൊ തന്റെ കുലത്തിൽ നിന്ന് കിട്ടിയ അറിവിനെ നന്നായിട്ട് പരിരക്ഷിക്കുന്നവൾ കുലസങ്കേത പാലിനി. അപ്പൊ നമ്മൾ ഇന്നലെ ആ നാമം കണ്ടു. അപ്പൊ അടുത്ത നാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുലാന്തസ്ഥ. കുലാന്തസ്ഥ. കുലാങ്കന എന്നുള്ള നമ്മൾ കണ്ടു. കുലാന്തസ്ഥ. അന്ത എന്ന് കുല അന്തസ്ഥ. അപ്പൊ അന്ത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്ന. ഇപ്പൊ കൗളാരാധനയില് പൂജ സ്വീകരിച്ച് സ്ഥിതി ചെയ്യുന്നവൾ, കൗള തത്വത്തിൽ വാഴുന്നവൾ, ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. അപ്പോ കുലാന്തസ്ഥ എന്നാല് കുലത്തിന്റെ അന്തർഭാഗത്തിരിക്കുന്നവൾ. ശ്രീവിദ്യ എന്ന് പറഞ്ഞാല് രഹസ്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന വിദ്യ ആണ്. അത് മുറപ്പടിയായിട്ട് തന്നെ ദീക്ഷയോ ശ്രദ്ധയോ ഇല്ലാതെ ഉപാസിക്കുന്നവർ. അതിനെ കേട്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവജ്ഞാനം അവർക്കൊരിക്കലും ഉണ്ടാകുന്നില്ല. കുലം എന്നാല് മാതൃമേയമാനം എന്ന ത്രിപുടി തന്നെയാണ്. പല അർത്ഥങ്ങളും നമ്മൾ കണ്ടു അതിന്. അപ്പോ കുലം തന്ത്രാദികളാകുന്ന ആചാര യോഗ മുറകൾ, അതാണ് ശാസ്ത്രങ്ങളിലെ രഹസ്യമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവകളാൽ അറിയപ്പെടേണ്ട പൊരുളാണ്, ആ തത്വമാണ് ദേവി. അപ്പൊ കുലശാസ്ത്രത്തിലെ ജ്ഞേയത്വമായിട്ടിരിക്കുന്നവൾ കുലാന്തസ്ഥ. ഓരോ ദേശം, വീട്, ജൈവശരീരം, ഓരോ വംശം ഇവയില് അന്തസ്ഥമായിരുന്ന് കുലദേവതയായിട്ട് കുലപരദേവതയായി പൂജിക്കപ്പെടുന്നവൾ. നമുക്ക് എല്ലാ കുടുംബത്തിനും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, കുലപരദേവത എന്നൊക്കെ. അപ്പൊ കുലം എന്നാല് നമ്മള് ശരീരം, വെഷ്ടി ശരീരം എടുക്കുകയാണെങ്കിൽ അതിനെ സുഷുമ്ന നാഡി, ഇതിനകത്തിരുന്ന് സഞ്ചാരം ചെയ്യുന്ന കുണ്ടലിനി എന്ന ജൈവ ഊർജ ശക്തി. അപ്പോ ദേവി ആരാണ്, ദേവിയുടെ കുണ്ടലിനി സ്വരൂപം എന്താണ് എന്ന് വളരെ മനോഹരമായിട്ടാണ് വാഗ്ദേവതകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. കുലത്തിന് അങ്കനയായിട്ടുള്ളവളായിരിക്കുന്ന ദേവി കുലാങ്കനയാണെന്ന് പറഞ്ഞു. കാരണം കുലത്തിന് അങ്കനയായിട്ടുള്ളവൾ തന്റെ കുലത്തിന് ഹാനി വരുത്താത്തവളും തന്റെ കുലത്തിന് ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച് അതിന്റെ കീർത്തിയിൽ അഭിമാനിക്കുന്നവൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് നമ്മൾ കുലസ്ത്രീ എന്ന് വിളിക്കുന്നത് അല്ലേ.
അപ്പൊ പരപുരുഷന്മാരിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവൾ. അപ്പൊ മൂലകൂടത്രയ കളഭര കുലസങ്കേത പാലിനി, ഇതിന്റെ അനുബന്ധമായിട്ട് വേണം നമ്മൾ ഈ നാമത്തെ കാണാനായിട്ട്. കാരണം കുലജ്ഞാനത്തെ ദുർവിനിയോഗം ചെയ്യാതെ പരിപാലിക്കുന്നവളാണ് കുലാങ്കന. അപ്പൊ അനർഹമായവർക്ക് മറയപ്പെട്ടിരിക്കുന്ന വിദ്യയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് അർത്ഥം എടുക്കാം. അപ്പൊ അവിദ്യ എന്ന ആവരണത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നവൾ കുലാങ്കന. അവിദ്യയെ വിദ്യയായാൽ മാത്രമേ നമുക്കത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. അവിദ്യ എന്നത് എന്താണ്? മായ തന്നെയാണ് അല്ലെ? നമ്മൾ പല പ്രാവശ്യം അത് കണ്ടു. സൂക്ഷ്മതമമായ ദേവീ സ്വരൂപമാണിത്. ഈ അവിദ്യയെ മറികടക്കണമെങ്കിൽ 25 തത്വങ്ങളെ അറിയേണ്ടതായിട്ടുണ്ട്. ഇവയെ അറിഞ്ഞാലേ കുണ്ടലിനിയുടെ ആ ഒരു പ്രയാണം മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ആരംഭിക്കുകയുള്ളൂ. യോഗികൾക്ക് മാത്രമേ ദർശനം കൊടുക്കുന്ന ദേവിയാണ് കുലാങ്കന. യോഗികൾക്ക് മാത്രമാണ് ദേവിയെ അറിയാനും അനുഭവിക്കാനും പറ്റുന്നത്. മനുഷ്യർക്ക് മാത്രമേ ജ്ഞാനത്തിലൂടെ കുലാങ്കനയെ ദൃശ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. 76ാമത്തെ നാമത്തിലെ നമ്മള് ആ ഒരു ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമ നന്ദിത എന്നുള്ള നാമത്തിലെ 36 തത്വങ്ങളെ പ്രസ്താവിച്ചതിൽ 25 നേടിക്കഴിഞ്ഞാൽ തന്നെ കുലാങ്കനയായി എന്ന് പറയാം. ഇതിൽ 25 പുരുഷൻ അഥവാ ആ ഒരു ബോധം, പ്രകൃതി, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, പഞ്ചതന്മാത്രകള്, പഞ്ചഭൂതങ്ങള് എന്നിവയാണ്. ആ 25 തത്വങ്ങള് ഈ ഭൂമിയിൽ പിറന്നു വീണ ഓരോ മനുഷ്യജീവിക്കും ഈ 25 തത്വങ്ങളും സ്വായത്തമാണ്. പക്ഷെ മനനം ചെയ്യുന്നവന് മാത്രമേ അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ചിപ്പിയിലെ മുത്തുപോലെ അറിയപ്പെടാതെ അത് നശിച്ചു പോകും. ഇനി ഈ ഇന്ദ്രിയ സംഘാതത്തിന് ആ ആ ഒരു എന്താ പറയാ സംഘാതത്തില് ആ ഒരു കുലാങ്കനയെ പോലെ മറഞ്ഞിരിക്കുന്നവൾ കുണ്ടലിനി ശക്തി. ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം ഇതിനർത്ഥം. ഈ ശക്തിയാണ് സാധകൻ തന്റെ സാധന കൊണ്ട് ഉണർത്തുന്നത്. കുണ്ടലിനിക്ക് ഭോഗവതി എന്നൊരു പേരും കൂടിയുണ്ട്. അപ്പൊ കുലാന്തസ്ഥ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എന്താ പറയാ 93ാമത്തെ നാമം കുലാന്തസ്ഥ എന്ന് പറഞ്ഞാല് കുലത്തിന്റെ അന്തമായി സ്ഥാനം കൊണ്ടിരിക്കുന്നവൾ കുലാന്തസ്ഥ. അപ്പൊ കുലാങ്കന കുലാന്തസ്ഥയും കൂടിയാണ് അല്ലെ? കുലത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൾ, കുലത്തിന്റെ ആ ഒരു ആദ്യന്തം നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ കുലാങ്കന കുലത്തിന്റെ ഉള്ളിലാണ് ഇരിക്കേണ്ടത് അല്ലെ? അപ്പൊ കുലത്തിന്റെ ഉള്ളിൽ എന്നാൽ എന്താ? കുലത്തിന്റെ സത്തായിട്ട് നിൽക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ നാദം, ശബ്ദം ഇവയെല്ലാം തന്നെ അക്ഷരങ്ങളിലൂടെയാണ് വെളിപ്പെടുന്നത്. അക്ഷരമാണ് കുലാന്തസ്ഥ. ആ അക്ഷരം തന്നെയാണ് ശരീരത്തിന് ബോധം നൽകുന്ന ശക്തിയും. ഇപ്പൊ ഓരോ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ഓരോ കുലത്തിന്റെയും ശക്തിയായിട്ട് വർത്തിക്കുന്നവൾ. വൈദിക ഭാഷയിലെ കുലം എന്നാൽ ശ്രീചക്രം തന്നെയാണ്. ശ്രീചക്രത്തിന്റെ മധ്യത്തിലുള്ള ബിന്ദുവില് കുലാന്തസ്ഥ എന്ന് പറയാം. ബിന്ദുവിനെയാണ് നമ്മൾ കുലാന്തസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു കുലചക്ര മധ്യത്തില് കുല അകുലയായി വർത്തിക്കുന്ന ബിന്ദുവാണ് ശക്തി. അപ്പൊ കുലവും അകുലവും ചേരുന്നത് കുലാകുലം. അകുലം ശിവനാണ്. ദേവി കുലാന്തസ്ഥയാകുമ്പോൾ അകുലത്തെ തിരിച്ചറിയും നമ്മള്. കുലവും അകുലവും ചേർന്നതാണ് കൗളം. അപ്പൊ അതിനെ ആചരിച്ച് പരമമായ സത്യത്തിൽ എത്തിച്ചേരുന്നു. ഇപ്പൊ കൗളാചാരത്തിലാണ് ഈ പറയുന്ന കുലസങ്കേത പാലനമൊക്കെ നടക്കുന്നത്. അത് ഏറ്റവും എന്താ പറയാ ഏറ്റവും ഉയർന്ന ആചാരം, അതായത് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ സമയാചാരം, കൗളം, മിശ്രമൊക്കെ ഉണ്ടെങ്കിലും കൗളത്തെ വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം അത് ബാഹ്യപൂജയ്ക്കും നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ശരീരമാകുന്ന ക്ഷേത്രത്തിലാണ് ദേവിയെ ഇരുത്തി പൂജിക്കുന്നത്. അകത്ത് ഗർഭഗൃഹത്തിൽ മാത്രമല്ല. കാരണം ആ ചിന്തകൾ കൊണ്ടല്ല, പുറമേ ചെയ്ത് ഒരു തലം കഴിയുമ്പോൾ കൗളന് ബാഹ്യപൂജയിൽ താത്പര്യം കുറഞ്ഞ് അവൻ അന്തരംഗത്തിലേക്ക് കടക്കുന്നു. അപ്പൊ അതാണ് ശരിക്കും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി, കർമ്മങ്ങളെല്ലാം ചെയ്ത് ശുദ്ധി വരുത്തിയതിന് ശേഷം മനസ്സ് ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാകമായതിനു ശേഷം അകത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഉപാസന ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് കൗളം കഴിഞ്ഞ് സമയാചാരം, ഇതൊന്നും നമുക്ക് വ്യത്യസ്തമല്ല. ആർക്കും സമയാചാരത്തിൽ ഡയറക്റ്റ് കയറി പോവാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ പതഞ്ജലിയുടെ യോഗശാസ്ത്രം യമനിയമാദികളൊക്കെ അനുസരിച്ച് ധ്യാനം, ധാരണ ആ രീതിയിൽ പോയി കഴിഞ്ഞിട്ട് ആ ഒരു മനസ്സംയമനത്തോടു കൂടി മാത്രമേ സമയാചാര പൂജയിൽ നമുക്ക് കയറാൻ സാധ്യമാവൂ. അപ്പോ കുലാന്തസ്ഥയായിരിക്കുന്ന ദേവി കൗളിനി കൂടെയാണ്. 94ാമത്തെ നാമം കൗളിനി, ശിവശക്തി സംയോഗ രൂപിണി. അതാണ് കൗളിനി. ശിവനും ശക്തിയും കൂടി ചേർന്ന് ഒന്നായവൾ, അർദ്ധനാരീശ്വര സ്വരൂപം. ഇതിനെയാണ് നമ്മൾ കൗളിനി എന്ന് പറയുന്നത്. അപ്പോ ശിവശക്തി സാമരസ്യ രൂപം, അതിനെയാണ് കൗലം ഇല്ലെങ്കിൽ കൗളം, എങ്ങനെ വേണമെങ്കിലും പറയാം. അതിന്റെ ശക്തി കൗലിനി.
അപ്പൊ കുലം ശക്തി, അകുലം ശിവൻ നമ്മൾ കണ്ടു. ഒരു വസ്തു രണ്ടായിട്ട് പിരിഞ്ഞു എന്ന് തോന്നും നമുക്ക്. രണ്ടും തമ്മിലുള്ള സംബന്ധം നന്നായിട്ട് വിചിന്തനം ചെയ്ത് നമ്മൾ അറിയണം. കാരണം ഈ ജ്ഞാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, ശിവചക്രങ്ങള് ശക്തി ചക്രങ്ങള് അല്ലെ? കൗളം എന്ന് പറഞ്ഞാൽ എന്താ? ശിവശക്തി ചക്രങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ്. ഇങ്ങനെ വേറെ വേറെ ആക്കിയാണ് നമ്മൾ കാണുന്നത് പുറമെ. അപ്പൊ ശിവശക്തികളെ ആ ഒരു പിണച്ചും പിരിച്ചും കുലചക്രങ്ങളിലും അകുലചക്രങ്ങളിലും ഇരിക്കുന്ന ശിവശക്തി രൂപിണിയായിരിക്കുന്ന കുണ്ടലിനിയെ യോഗമാർഗത്തിൽ അറിയുന്നതാണ് കൗളയോഗം അല്ലെങ്കിൽ കൗലയോഗം എന്ന് പറയുന്നത്. അപ്പൊ കുലം എന്ന ശക്തിയെ സദാ ചലിക്കുന്നവൾ അല്ലെ? കുലം എന്ന ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ചലിക്കുന്ന സ്പന്ദം. അകുലം എന്ന ശിവൻ അചഞ്ചലനായിട്ടിരിക്കുന്ന ആ ഒരു നിർഗുണ നിരാകാര സ്വരൂപം. അപ്പൊ ശിവശക്തി സംയോഗത്തിന് ഈ ശിവനെ ശക്തി ആശ്ലേഷിച്ച് തന്നോട് ചേർക്കണം. സാധാരണ പുരുഷൻ മുൻകൈ എടുക്കുന്ന സ്ത്രീ പുരുഷ സംയോഗമല്ലിത്. വിപരീത ഗതിയില് സ്ത്രീ മുൻകൈ എടുക്കുന്നതാണ് ആ അലൗകിക സൃഷ്ടിക്രമം എന്ന് പറയുന്നത്. ഈ വിപരീത സംയോഗ ക്രമം കൗലം, ഇങ്ങനെ ആ ഒരു ബ്രഹ്മാണ്ഡ സൃഷ്ടി ചെയ്യുന്നവൾ കൗലിനി. വാഗ്ദേവതകളിൽ ഒരാളുടെ പേര് കൗലിനി എന്നാണ്. ശ്രീചക്ര ബാഹ്യപൂജയിൽ ഉപാസകൻ ഉപാസിക്കപ്പെടുന്ന ദേവി ഉപാസന, ഈ മൂന്നെണ്ണം ചേർന്നതാണ് ഒരു കുലം എന്ന് പറയുന്നത്. ഈ ഉപാസന രീതിയാണ് കൗള രീതി. അപ്പൊ കൗല രീതിയിൽ ഉപാസിക്കപ്പെടുന്നവളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൗലിനി. അപ്പൊ കുലത്തിൽ നിന്നുള്ളത് കൗലിനി. അപ്പൊ കൗലിനിയും ശരിയാണ്, കൗളിനിയും ശരിയാണ്. ലകാരവും ലകാരവും രണ്ടും ഒന്ന് തന്നെയാണ്. കാളിയെ കാളി എന്ന് പറയാറുണ്ട്. കാലത്തിനപ്പുറത്ത് നിൽക്കുന്നവൾ ഇല്ലേ? അപ്പൊ കൗളത്തിന്റെ അർത്ഥം നോക്കിയാല് ഒരു ആകൃതിയെ തമ്മിൽ യോജിപ്പിക്കുന്നത്. അപ്പോൾ നൗക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നൗക എന്ന് പറഞ്ഞാൽ എന്താ? സംസാരമാകുന്ന സാഗരത്തില് നമ്മളാകുന്ന ഈ നൗകകളെ തുഴഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുന്ന ശക്തി. ഇതിനെയാണ് നമ്മൾ കൗളിനി. ആ ശക്തി അധിവസിക്കുന്നത് ശരീരം തന്നെയാണ്, ശരീരത്തിൽ തന്നെയാണ്. എല്ലാറ്റിലുമുള്ള പ്രത്യക്ഷ ദേവീ ഭാവമാണ് കൗളിനി. ഈ കൗള സിദ്ധാന്തം എന്ന് പറഞ്ഞാല് ആ കുലയായ ശക്തി അകുലയായ ശിവനും ചേർന്നുള്ള ഭാവമാണ്. അപ്പൊ ശക്തിയും ചൈതന്യവുമാണ് കുലവും അകുലവും. അവ ചേർന്നാല് കൗളമായി. ഈ മാർഗത്തിലൂടെയാണ് കുണ്ടലിനിയെ ഉണർത്തുന്നതെന്നർത്ഥം. അപ്പൊ ശിവശക്തി തത്വമാണിത്. വശിനി, കാമേശ്വരി, മോദിനി, അരുണ, ജൈനി, കൗളിനി, സർവേശ്വരി തുടങ്ങിയ 8 വാഗ്ദേവതകൾ ചേർന്നാണ് ലളിതാ സഹസ്രനാമം രചിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ വശിനിയും കൗളിനിയും എല്ലാം ദേവിയിൽ നിന്നുണ്ടായ ശക്തികൾ തന്നെയാണ് അല്ലെ? അപ്പൊ ഈ കൗളാചാരം എന്നാല് ശാക്തേയത്തിലെ പ്രധാന ഉപാസന മാർഗമാണ്. വൈഷ്ണവ ശൈവ ശാക്തേയത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ശാക്തേയം തന്നെയാണ്. കാരണം അമ്മയാണ് ദേവി ഇതില്. ആ ജഗജ്ജനനി സർവപൂജ്യയുമാണ്. ദേവി എന്നുള്ള ശക്തിയെ പ്രകൃതിയായിട്ടും ഭാരതീയ സംസ്കാരം കണക്കാക്കുന്നുണ്ട്. അപ്പൊ ശക്തി എന്നാല് ശരീരവും ആത്മാവും ഉൾപ്പെട്ട വിശ്വ ചൈതന്യം എന്നാണ് അർത്ഥം. അപ്പൊ സൃഷ്ടിക്കായി ശക്തി രണ്ടായിട്ട് മാറുന്നു എന്ന് മാത്രം. മാറാത്ത ആത്മാവും മാറിക്കൊണ്ടിരിക്കുന്ന ശരീരവും. അപ്പൊ മാറാത്ത ചൈതന്യം ആത്മാവും, മാറിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി. പക്ഷെ പ്രകൃതിയിലൂടെ മാത്രമേ ആത്മാവിന് പ്രകടമാകാൻ സാധ്യമാകൂ. അതിലൂടെ തന്നെ തിരിച്ചു പോകാനും സാധ്യമാകുള്ളൂ. ഇപ്പൊ ശ്രീകുലം, കാളികുലം എന്നിങ്ങനെ 2 ശാക്തേയ സമ്പ്രദായങ്ങളിൽ ശ്രീകുലത്തിലെ കൗളം, സമയം, മിശ്രം എന്നിവ 3 മാർഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ദേവി ഉപാസനയിലെ വളരെ പ്രധാനമായിട്ടുള്ള മാർഗങ്ങളാണിവ. ആ ഒരു പരമ്പരാഗതം അനുസരിച്ച് സിദ്ധിച്ച ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പൂജിക്കുന്നതിനെ, അതായത് പഞ്ച ഉപചാരം, ഹോമം, ബലി തുടങ്ങിയവയോട് കൂടിയുള്ള ആചാരത്തെയാണ് നമ്മൾ കൗളാചാരം എന്ന് പറയുന്നത്. ഇത് അനുഷ്ഠിക്കുന്നവരെ കൗളന്മാർ എന്നും ദേവി കൗളിനി എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സർവത്തിലും ദേവി ദർശനമാണ് ഈ ആചാര പദ്ധതിയുടെ സദ്ഫലം എന്ന് പറയുന്നത്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോട് പറയുന്നു, ചെളിയിലും ചന്ദനച്ചാറിലും പുത്രനിലും ശത്രുവിലും പൊന്നിലും പുല്ലിലും ശ്മശാനത്തിലും ഭവനത്തിലും ഒരു ഭേദവും കാണാതെ ആനന്ദിക്കുന്നവനാണ് കൗളൻ അഥവാ കൗളിനി. അപ്പോ ഈ ആ ഒരു കൗളമാർഗം വളരെ ശ്രേഷ്ഠമാണെന്ന് ഇതില് എന്താ പറയാ, ദേവി തന്നെ പറയുന്നുണ്ട് ഇല്ലേ? അപ്പോ ആ കൗളിനിയായിരിക്കുന്ന ദേവി എന്താണ് ഇനി? ദേവി കുലസങ്കേത പാലിനി. 95-ാമത്തെ നാമം പറയണു. ഈ ദേവി ആരാണ്? കുലയോഗിനിയാണ്. അപ്പോ ആ കൗളമാർഗത്തോട് ചേർന്നിരിക്കുന്നവളാണ്. അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ എന്താ? ചേർന്നിരിക്കലാണ് യോഗം. അപ്പോ കുലയോഗിനി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ കുലത്തോട് യോഗം അഥവാ സംബന്ധം പുലർത്തുന്നവൾ കുലയോഗിനി.
അല്ലെ? ഓരോ അർത്ഥത്തോടും കൂടി യുജ് അഥവാ യോഗമാർഗ ഉള്ളവളാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ മൂലാധാരം മുതൽ ഷഡ്ചക്ര സംബന്ധമായിരിക്കുന്ന യോഗശക്തിയാണ് കുലയോഗിനി. അകുലമായ ശിവനോട് കുലമായ ശക്തിയെ യോഗമുറയിൽ സംയോഗം ചെയ്യുന്നത് കുലയോഗം. അപ്പൊ ശ്രീചക്ര സ്വരൂപിണിയായ ദേവിയെ ഉപാസിക്കുന്നതിനും പ്രാപിക്കുന്നതിനുമുള്ള ആചാരങ്ങളെ സൃഷ്ടിച്ച് അതിനാൽ പ്രാപിക്കപ്പെടേണ്ടവൾ. സത്കുലത്തിൽ ജനിച്ച് പൂർവവാസന ഫലമായി യോഗത്തെ ലഭിക്കാൻ ജന്മാന്തര പുണ്യമുള്ളവർക്ക് മാത്രമേ സാധ്യമാകൂ. അപ്പൊ കുലത്തില് യോഗിനിയായിട്ടിരിക്കുന്നവളാണ് ദേവി എന്ന് നമ്മൾ കണ്ടു. കുലത്തിൽ തപസ്വിയായിട്ടിരിക്കുന്നവൾ. ഏത് കുലത്തിനും ഒരു യോഗിയോ യോഗിനിയോ ഉണ്ടാകും. അവരായിരിക്കും കുലദേവതയെ കണ്ടെത്തി പ്രതിഷ്ഠിക്കുന്നത്. ഒരു കുലത്തിലെ എല്ലാ അംഗങ്ങൾക്കും അനുഗ്രഹവും സർവ്വ ഐശ്വര്യവും ഉണ്ടാകുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ പല കുലദേവതകൾക്കും സമാനതകൾ ഉണ്ടാകും. കാരണം എല്ലാം ഒന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലെ? ഇങ്ങനെ കുലത്തെയും കുലദേവതയും യോജിപ്പിച്ച് നിർത്തുന്ന ശക്തിയെയാണ് നമ്മൾ കുലയോഗിനി എന്ന് പറയുന്നത്. കുലേ യോഗ അസ്തി അസ്യ ഇതി കുലയോഗിനി. അപ്പൊ കുലത്തില് ആ യോഗാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ കുലത്തിൽ നിന്ന് അകുലത്തിലേക്കുള്ള യാത്ര ഈ യോഗിനിയുടെ അനുഗ്രഹമാണ്. ഇപ്പൊ കുലമായ മൂലാധാരത്തിൽ നിന്ന് അകുലമായ സഹസ്രാരത്തിനിടയിലുള്ള 6 ചക്രങ്ങളിൽ നമ്മുടെ ആരാധനകള് മാനസികമായിട്ട് നടത്താൻ സാധിക്കുന്നത് കുലയോഗിനി മൂലമാണ്. ഈ ആരാധനാ സമ്പ്രദായമാണ് കൗളമാർഗം എന്ന് പറയുന്നത്. അപ്പൊ കുലത്തെയും അകുലത്തെയും ബന്ധിപ്പിക്കുന്നത് കുലയോഗിനിയാണ്. അപ്പൊ കുണ്ടലിനിക്ക് യോഗം നൽകുന്നവൾ. യോഗശക്തി കൊണ്ട് മാത്രമേ കുണ്ടലിനിയെ ഉണർത്തി അനുഭവവേദ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മനസ്സിന്റെ ഏകാഗ്രതയിലൂടെയുള്ള ജീവിത വിജയത്തെയാണ് നമ്മൾ യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനം നേടണമെങ്കിൽ എന്താ വേണ്ടത്? മനസ്സിനെ മെരിക്കണം, അല്ലെ? അതിലൂടെ യോഗാവസ്ഥ സാധിക്കണം. അപ്പൊ ഈ യോഗം സാധ്യമായാൽ എന്താ? ആ സാധ്യമാക്കുന്നതിന് ഒരു ശക്തി വേണം. ആ ശക്തിയാണ് നമ്മൾ കുലയോഗിനി എന്ന് പറയുന്നത്. ഇപ്പൊ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ജ്ഞാനപൂർത്തീകരണം സാധ്യമാവുകയുള്ളൂ. മരണശേഷം ഉള്ളതെല്ലാം സങ്കല്പങ്ങൾ മാത്രമാണ്. മന്ത്രയോഗം, ആ ഒരു ഹഠയോഗം, രാജയോഗം, ലയയോഗം ഇതെല്ലാം തന്നെ പരമമായി ഈ ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിയാണ് ആചരിക്കുന്നത്. ഭഗവത്ഗീതയില് അർജുന വിഷാദ യോഗം മുതൽ മോക്ഷ സന്യാസ യോഗം വരെയുമുള്ള എല്ലാ അറിവുകളും ആ ജീവബ്രഹ്മ യോഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവനവന് യുക്തമായ മാർഗം അത് ഉദ്ധരിക്കുന്നത് കൊണ്ടാണ് ദേവിയെ ഉദ്ധരിച്ചെടുക്കുന്നത് ഈ കുലയോഗിനിയാണ് എന്നർത്ഥം. അപ്പോ കുലയോഗിനിയായിരിക്കുന്ന ദേവി എന്താണ്? അകുല. അടുത്ത നാമം പറയുന്നു. അടുത്തത് ദേവിയുടെ ഓരോ ഭാവത്തെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 95-ാമത്തെ നാമം പറയുന്നു അമ്മ കുലയോഗിനിയാണെന്ന്. അടുത്തത് പറയണു അകുലയാണെന്ന്. എന്താ അകുല? കുലമില്ലാത്തവൾ, അല്ലെ? ദേവി ജാതി മത ഗോത്ര കുലങ്ങൾക്ക് അതീതയാണ്. ഇപ്പൊ കൗളമാർഗത്തിന് അതീതമായിട്ട് നിലകൊള്ളുന്നെന്നും ഇവിടെ ഈ നാമം പറയുന്നുണ്ട്. കാരണം അറിയുന്നയാൾ എന്തിനെ അറിയുന്നു അത്. ഇത് മൂന്നും ചേർന്ന ത്രിപുടിയെയും നമ്മൾ കുലം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിനെ ഇതിനെ അതിക്രമിച്ച് നിൽക്കുന്നവൾ അകുല. ഇപ്പൊ 96-ാമത്തെ നാമം ദേവിയുടെ പേര് അകുല എന്നാണ്. അകുലം നമ്മൾ കണ്ടു ശിവന്റെ സ്ഥലമാണ്, അല്ലേ? അപ്പൊ കുലം, വംശം, ദേഹം മുതലായിട്ടുള്ള ലൗകിക അർത്ഥങ്ങൾക്ക് അതീതമായിട്ടുള്ള അകുല. സുഷുമ്നാ നാഡിയുടെ ഊർധ്വഭാഗത്തുള്ള സഹസ്രാര പത്മം അകുലമാണ്. ഇതിൽ ഇരിക്കുന്നത് കൊണ്ട് അകുല. ഇപ്പൊ കുലാചാരങ്ങൾക്ക് അതീതയായിട്ടുള്ളവൾ, അതിന് സമയാചാരം എന്നാണ് പേര്. നമ്മൾ കണ്ടു ആ സമയാചാര രൂപിണി അകുലയാണ്. ജന്മസ്ഥലം, മാതാപിതാക്കളെ, വംശം എന്നിവ ആ ഒരു ലൗകിക അർത്ഥത്തിലെ കുലം എന്ന് പറയുന്നു. പരാശക്തി എന്ന് പറയുന്ന ഈ ജനനി, ആ അമ്മ ജനനമില്ലാത്ത അനാദി മധ്യാന്തിയായിട്ടുള്ള അജയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവി അകുല. കുലമില്ല, ശിവൻ അകുലനാണ്, അല്ലെ? ഇപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അകുലം, വിഷ്ണു അകുലം. ഇവരുടെ ത്രിമൂർത്തികളുടെ ശക്തിയാണ് അകുല. അപ്പോ ആ ഒരു കുലാചാരമില്ലാത്തവൾ എന്നാണ് ഇതിനർത്ഥം. ഒരു മാസത്തില് ഒറ്റയായി വരുന്ന ചന്ദ്രനാളുകള് 1, 3, 5, 7, 9, 11, 13 അങ്ങനെയുള്ള ചന്ദ്രനാളുകളെ അകുല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുവരെയുള്ള നാമങ്ങള് ആ ഒരു കുലത്തെ പറ്റിയായിരുന്നെങ്കിൽ ഇപ്പോൾ അകുലയാണോ എന്ന് പറയണു. അപ്പൊ അകുലം എന്നാല് ആ ഒരു എന്താ പറയാ, ന വിദ്യതേ കുലം യസ്യ സ അകുല. ഏതൊന്നിനെയാണോ കുലത്തിൽ നിലനിൽപ്പില്ലാത്തത് അത് അകുല.
അപ്പൊ കുലാമൃതം ഒന്ന് മാത്രം രുചിക്കുന്ന ശക്തി കുലങ്ങൾക്ക് അതീതയും കൂടിയാണെന്നാണ് ഈ നാമം പറയുന്നത്. അപ്പൊ കുലമുള്ളവരിലും ഇല്ലാത്തവരിലും ഈ ശക്തി തന്നെയാണ്. അപ്പൊ ഇനി ഇതിന്റെ ആ ഒരു സാമാന്യ അർത്ഥം നോക്കിയാല് സംസ്കാരമോ പാരമ്പര്യമോ നിറമോ നിറമില്ലായ്മയോ സൗന്ദര്യമോ വൈരൂപ്യമോ ജ്ഞാന അജ്ഞാനങ്ങളോ ഒന്നും തന്നെ ആ ശക്തിയുടെ വാസത്തിന് വിഷയമല്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അതിന് ആധാരം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യ കുലത്തിന് മാത്രമല്ല എല്ലാ കുലങ്ങൾക്കും അതീതമായ ശക്തി തന്നെയാണെന്ന് നമുക്ക് എടുക്കണം. അപ്പൊ അതുതന്നെയാണ് ബ്രഹ്മം എന്ന അകുലൻ അഥവാ പരമശിവൻ, അല്ലേ? അപ്പോ അകുലനായ ശിവന്റെ ശക്തി അകുല. അപ്പൊ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും വിവിധ തോതിൽ ഈ ശക്തി വർത്തിക്കുന്നു എന്നുള്ള ആ ഒരു ധ്വനി ഈ നാമത്തിലുണ്ട്. ഒരു കുഞ്ഞ് ബാറ്ററിയിലെ കറണ്ടിന്റെ ശക്തിയല്ല ഒരു ട്രാൻസ്ഫോമറിലുള്ളത്, അല്ലെ? അതനുസരിച്ച് വേണം ശക്തിയെ സമീപിക്കാൻ. കുലത്തിൽ നിന്ന് ഉണർന്ന് ആ ഒരു ആധാരങ്ങളെയെല്ലാം ഭേദിച്ച് സഹസ്രാരത്തിലെ കുലാമൃതം ഭക്ഷിക്കാൻ എത്തുന്നത് വരെ കുലത്തിന് സ്ഥാനമുണ്ട്. പിന്നെയോ ആ കുലത്തെ അതിക്രമിച്ചുകൊണ്ട് അകുലയായിട്ട് തീരുകയാണ് ദേവി. അപ്പോ ആ സാധകനും തന്റെ അസ്തിത്വത്തെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അകുലനായിട്ട് മാറും. അപ്പൊ ആ ഒരു ശിവഭാവത്തില് എത്തിച്ചേരും. അപ്പൊ കുലസാധകൻ അകുലന്മാരായിട്ട് തീരുന്നു. ഇവിടെ കുലനാമങ്ങൾ അവസാനിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് ആ കുലം എന്നുള്ള ആ ഒരു തുടങ്ങുന്ന അനേക നാമങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടു, അല്ലേ? അടുത്ത 97ാമത്തെ നാമം സമയാന്തസ്ഥ. ഇനി നമ്മൾ സമയാചാരം, ദേവിയുടെ അടുത്ത ശ്രീവിദ്യാ സമ്പ്രദായമാണ്. ഇപ്പൊ നമ്മൾ എന്താ പറയുക, കൗളം സമയം, രണ്ട് പ്രധാനപ്പെട്ട ആചാരങ്ങൾ, മിശ്രാചാരം എന്നൊക്കെ. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് പലരും സ്വീകരിക്കുന്ന രണ്ട് ആചാരങ്ങളാണ് സമയാചാരവും കൗളാചാരവും. ഇനി ആ ഒരു കൗളാചാരത്തിൽ നിന്ന് നമ്മൾ ആ സമയാന്തസ്ഥ എന്നുള്ള വാക്കിലൂടെ സമയാചാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ സമയം എന്ന് പറഞ്ഞാല് ഒരു ദേവി ഉപാസനാ സമ്പ്രദായം. അന്തസ്ഥ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പൊ സമയമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നെടുക്കാം നമുക്ക്, അല്ലെ? അപ്പോ സമയചക്രത്തിലെ ദേവിയെ എന്താ പറയാ, ആ ഒരു ആന്തര പൂജ ചെയ്യുന്നവർ എന്നാണ് സമയാന്തസ്ഥ. കാരണം സമയാചാരം ചെയ്ത ഒരുപാട് ഋഷിമുനിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അല്ലെ? വസിഷ്ഠൻ, ശുകൻ, സനകൻ, സനന്ദൻ, ഇവരെല്ലാം തന്നെ ആ ഒരു എന്താ പറയാ, സനത് കുമാരൻ, ഇവരെല്ലാം ശിവശക്തി സാമരസ്യത്തോടെ വിളങ്ങുന്നവളാണ് ദേവി. ഇവരെല്ലാം ദേവിയെ അങ്ങനെ പൂജിച്ചവരാണ് സമയാന്തസ്ഥയായിട്ട്. അപ്പൊ ഹൃദയാകാശത്തിലെ ചക്രത്തിലെ വിഭാവന ചെയ്ത് അതില് മാനസ പൂജ ചെയ്യുന്നതിനെയാണ് നമ്മൾ സമയം എന്ന് പറയുക. അപ്പൊ ബാഹ്യപൂജ കുലം, സമയം വളരെ ഉയർന്ന പൂജയാണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഇത് ചെയ്തവരുടെ ഗ്രന്ഥമാണ് അസമയ പഞ്ചകം എന്ന് പറയുന്നത്. 6 ചക്രത്തിലും ശിവശക്തി സ്വരൂപങ്ങളിലെ ആ ഒരു സാമ്യം. അപ്പോ നമുക്ക് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കാം. നമുക്ക് ഓരോ ആധാര ചക്രങ്ങളിലും എന്താണ് വരുന്നതെന്നൊന്ന് നോക്കാം. ദേവിയുടെ പേര്, അനുഷ്ഠാനം, നാമം എന്ന് നോക്കാം. അപ്പൊ മൂലാധാരം, ആദ്യത്തെ അധിഷ്ഠാനം മൂലാധാരാണ്. അവിടെ രൂപം എന്താണ്? ചുവപ്പ് നിറമാണ്. അപ്പോ അവിടെ അനുഷ്ഠാനം പ്രജാപതിയാണ്, സൃഷ്ടിയാണ്. അപ്പൊ നാമം എന്ന് പറയുന്നത് സമയൻ, സമയ. അവസ്ഥാനം എന്ന് പറയുന്നാല് നൃത്യം, നടനം. ഇപ്പൊ സ്വാധിഷ്ഠാന ചക്രത്തിലെ അഗ്നിവർണ്ണമാണ്, അഗ്നി സൃഷ്ടി. അവിടെ മഹാൻ, മഹതി, ഇപ്പൊ ലോകദഹനം ആണ് ആ ഒരു അവസ്ഥാനം. മണിപൂരകം മിന്നൽ നിറം, ജലസൃഷ്ടി. തടിത്വൻ, ആ ഒരു തടിത്വതി, താപം കുറയ്ക്കൽ. അനാഹതത്തിൽ വെളുപ്പ് നിറമാണ്, വായു സൃഷ്ടിയാണ്. ഹംസ, ഹംസി. വിദ്യാവ്യാപനം, വിശുദ്ധിയില് സ്ഫടികം, ആകാശം. ശിവൻ, ശിവ. അവിടെ ആ ഒരു ഇരുട്ടകറ്റൽ. ആജ്ഞാചക്രത്തില് ഒളിമയമായിട്ട്, രൂപം ഒളിമയമാണ്. അനുഷ്ഠാനം മോക്ഷമാണ്. അവിടെ പരനാണ് ശിവൻ, പരയാണ് ദേവി. അവിടെ എന്താ? ആനന്ദം മാത്രം. അപ്പൊ ഇങ്ങനെ സമയാചാരത്തില് ദേവിയെ ഓരോ ആധാര ചക്രങ്ങളിലും ശിവനുമായിട്ട് ചേർത്ത് പറയാറുണ്ട്. അപ്പൊ സമയത്തിന്റെ അന്തത്തിൽ ഇരിക്കുന്നവൾ സമയാന്തസ്ഥ, അല്ലെ? സമയത്തിൽ യാനം ചെയ്യുന്നവൾ. അപ്പൊ സകല ചരാചരങ്ങളും സമമായിട്ടുള്ളവൾ, ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ലാതെ, ആ താരതമ്യങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്തത്, അനാദിയായ കാലത്തിന്റെ ഈശ്വരിയായ ഭാവത്തെയാണ് ഇവിടെ പറയുന്നത്. കാരണം കാലഗണന പണ്ട് മനുഷ്യൻ ചെയ്തിരുന്നത് സൂര്യന്റെ ദശയായിരുന്നു. പിന്നീടത് ജലഘടികാരത്തിലേക്ക് വന്നു.
ആ ഒരു മണൽ ഘടികാരം പോലെ ഭരണികളിൽ നിറച്ചു വെച്ച ജലം ആ ഒരു ഒഴുകിത്തീരുന്നതനുസരിച്ചാണ് സമയം നിശ്ചയിച്ചിരുന്നത്. പിന്നെയാണ് മണൽ ഘടികാരം, നിഴൽ ഘടികാരം, ആണവ ഘടികാരം ഒക്കെ വന്നത്. അങ്ങനെ ഇന്ന് കാണുന്ന മിനിറ്റ്, സെക്കൻഡ് സൂചികളുള്ള ഘടികാരത്തിൽ എത്തിച്ചേർന്നു നമ്മള്. അപ്പൊ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഗലീലിയോ ഗലീലിയാണ് സമയത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിവുകൾ പകർന്നു തന്നത്. ചരിത്രത്തിൽ ആദ്യ ഇടം നേടിയ വ്യക്തിയുമാണ്. ആ ഒരു വിശ്വപ്രളയം എന്ന അവസാന സമയത്ത് നിലനിൽക്കുന്നവൾ സമയാന്തസ്ഥ. എപ്പോഴും സമയമാർഗത്തിൽ അകുലയായി സ്ഥിതി സ്വീകരിക്കുന്ന എന്ന അർത്ഥം നമുക്ക് പറയാം. അപ്പൊ സമയാചാരം എന്ന ദേവീ ആരാധനാക്രമത്തില് ആധാരങ്ങളെ യന്ത്രങ്ങളായിട്ട് സങ്കല്പിച്ച ചിത് ശക്തിയെ, ദേവിയെ പൂജിക്കുന്ന ക്രമമാണ്. ദേവിക്ക് ആന്തരപൂജയും ബാഹ്യപൂജകളുമുണ്ട്. ആ ഒരു അന്തരാരാധന, തപസ്, ധ്യാനം തുടങ്ങിയതിലൂടെ ദേവിയെ, അതായത് ഈ ജഗദംബിയെ അകക്കണ്ണിൽ ദർശിക്കുന്നതാണ് ഏറ്റവും ഉയർന്ന ദർശനം, അല്ലെ? ആത്മലിംഗ പൂജ എന്ന് പറയും ഇത്. അപ്പോ ആ ആത്മലിംഗ പൂജ, അതായത് ഒരു അടയാളത്തെ ഉള്ളിൽ കണ്ട് പൂജിക്കുന്ന രീതി. അപ്പോ രാക്ഷസ രാജാവായ രാവണൻ സമയാചാരിയായിരുന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു മനനം ചെയ്ത അതേ സ്വരൂപത്തില് ആരാധനാമൂർത്തിയെ ദർശിക്കാൻ സാധിക്കുമായിരുന്നുവെന്നും പറയപ്പെടുന്നു. മറ്റുള്ളവർക്ക് കൂടി ദൃശ്യമാകുന്ന രീതിയിൽ. അതാണ് ശരിക്കും പറഞ്ഞാൽ തീവ്ര സാധന എന്ന് പറയുന്നത്. ഇപ്പൊ ബാഹ്യ ആരാധനയില് വിവിധ അലങ്കാരങ്ങൾ കൊടുത്ത് ഉള്ള രൂപം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആ ഒരു എന്താ പറയാ, ബഹിർ പൂജയില് ആ ഒരു പഞ്ചഭൂതങ്ങള്, ചിത്രങ്ങള്, യന്ത്രങ്ങള് തുടങ്ങിയവയ്ക്കാണ് പ്രാധാന്യം. ഭാരതത്തിലെ ബാഹ്യ ആരാധനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്: ദ്രവ്യലിംഗാരാധന, ക്ഷിതിലിംഗാരാധന. ദ്രവ്യലിംഗത്തിലാണ് യന്ത്രങ്ങളും ചിത്രങ്ങളും ഒക്കെ വരുന്നത്. ആ ഒരു ക്ഷിതിലിംഗ പൂജയിലെ വിഗ്രഹങ്ങളും ആ ഒരു ഉയർന്ന രൂപങ്ങളുമാണ് ഉള്ളത്. ഇപ്പൊ കുലപൂജ ബാഹ്യവും അകുലപൂജ ആന്തരികവുമാണ്. അകുലയെ ആ ഒരു മാനസ പൂജയാല ആണ് ആരാധിക്കുന്നത്. ഇത് ചെയ്തിരുന്ന പഞ്ചസന്യാസിമാര് വസിഷ്ഠൻ, ശുഗൻ, സനകൻ, സനന്ദൻ, സനത്കുമാരൻ ഇവരാണ്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് സമയൻ എന്നും അറിയപ്പെടുന്നത്. ദേവി സമയ. രണ്ടും വേറെയല്ല, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെയാണ്. ശക്തിയും ശിവനും ഒന്നു ചേർന്നാലേ പഞ്ചകൃത്യങ്ങളായിരിക്കുന്ന അധിഷ്ഠാനം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അല്ലെ, വിഘടനം, ഇതെല്ലാം സംഭവിക്കുകയുള്ളൂ. ഇതെല്ലാം നടത്തുന്നത് അവർ ഒരുമിച്ചാണ്. അവസ്ഥാനം എന്നാൽ എന്താ? ആ ഒരു നാമം, അധിഷ്ഠാനം, വാസം, പ്രകൃതം. ശിവൻ, ശിവ എന്ന നാമങ്ങള്. ഇപ്പൊ പ്രകൃതിയും ഭാവവും എല്ലാറ്റിലും ശിവശക്തിമാര് തുല്യരാണ് എന്നർത്ഥം. അപ്പോ ഈ ഒരു സമയാചാരം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയാ, സമയാചാര തത്പര. ഇപ്പൊ സമയാന്തസ്ഥ എന്ന് പറഞ്ഞു 97ാമത്തെ നാമം. 98ാമത്തെ നാമത്തിൽ പറയണു സമയാചാര തത്പര. സമയ ആചാരം, അതായത് സമയ സമ്പ്രദായത്തിലുള്ള ദേവി ഉപാസനാ മാർഗം, അതിൽ പ്രസാദിക്കുന്നവൾ. തത്പര എന്ന് പറഞ്ഞാൽ പ്രസാദിക്കുന്നവൾ. അപ്പോ ഷഡ്ചക്രങ്ങളിലെ ശിവശക്തികളെ 5 വിധം സാമ്യം, അഭേദാവസ്ഥ അറിഞ്ഞ് അവരെ അഭേദമായിട്ട് ധ്യാനിച്ച് ഹൃദയാകാശത്തിൽ സാക്ഷാത്കരിക്കുന്നതാണ് സമയാചാരം. അപ്പൊ സമയാചാരികളുടെ ലക്ഷ്യം സമയാന്തസ്ഥ, സമയം എന്ന അന്തർയാഗ ക്രമമാണ്. ഇതിലെ സാധകൻ ദീക്ഷയെടുത്ത് ഗുരുവിന്റെ അനുഗ്രഹത്താൽ ഷഡ്വിധ ഐക്യ അനുസന്ധാനം എന്നിവയില് ആ ഒരു ഭാവന ദാർഢ്യം നേടി മഹാനവമിയില് വേദ എന്ന സംസ്കാരം നേടിയതിനു ശേഷം ദേവിയെ ക്രമത്തില് മൂലാധാരം മുതൽ വഴിപെടുന്ന മുറ. മൂലാധാരത്തിൽ ഏകാഗിയായി ഉറങ്ങുന്ന കുണ്ടലിനിയെ ആ ഒരു ഉണരുന്നതായും തന്റെ ആ അധിഷ്ഠാനമായ സ്വാധിഷ്ഠാനത്തിലേക്ക് ഉയർന്ന് അവിടെ തന്നെ അലങ്കരിച്ച് അഴകുള്ള ഒരു സ്ത്രീ രൂപമായിട്ട് മണിപൂരകത്തിലേക്ക് ഉയർത്തി അവിടെ എല്ലാവർക്കും ദർശനം നൽകുന്നതായിട്ട് ഭാവിക്കുക. അവിടെ സാധകൻ അർപ്പിക്കുന്ന പാദ്യം മുതൽ ആ ഭൂഷണധാരണം വരെയുള്ള 47 ഉപചാരങ്ങൾ സ്വീകരിച്ച് പരിവാര സമേതം രത്നപീഠത്തിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. അവിടെ നിന്ന് അനാഹതത്തിലേക്ക് ഉയർന്ന് താമ്പൂലദാനം വരെയുള്ള ഉപചാരങ്ങൾ സ്വീകരിക്കുന്നു ദേവി. വിശുദ്ധിയില് ആരതി സ്വീകരിച്ച് ആജ്ഞയില് നീരാഞ്ജനം, ആ ആറാട്ട് കഴിഞ്ഞ് മറ്റെല്ലാ ഉപചാരങ്ങളും തീർന്ന് സഹസ്രാര പത്മത്തിൽ പ്രവേശിച്ച് തിരശീലയ്ക്കുള്ളിലെ ശിവനുമായിട്ട് ആനന്ദ സംഗമം നടത്തുന്നു. പിന്നീട് ശിവനെ വിട്ട് മടങ്ങി മൂലാധാരത്തിൽ അദൃശ്യയാകുന്നു. അപ്പൊ ഈ എന്താ പറയാ, ഈ ചിത്ശക്തി ലീലയെ ഭാവനയാൽ അനുഭവിച്ച് ആ ഒരു രസവാദത്തിൽ ചെന്ന് ആ ഒരു സ്വർണമയമായി മാറുന്ന പോലെ ഇത് നിരന്തരം അഭ്യസിക്കുന്ന ഒരു സാധകനെ ദേവി തന്നെയാക്കി
ആ ഒരു തന്മയീഭവിപ്പിക്കുന്ന ആ ഒരു തലമാണ് സമയപൂജ എന്ന് പറയുന്നത്. ബാഹ്യപൂജയിലെ യാതൊരു ഉപകരണവും ഇല്ലാതെ മനസ്സിലെ ശ്രീചക്രം വിഭാവന ചെയ്ത് ശിവശക്തി ഐക്യം അനുഭവിച്ച് ഗുരു, മന്ത്രം, ദേവി, ശ്രീചക്രം, ആ ഒരു ഉപാസകൻ, ഇവിടെ ഇതെല്ലാം കൂടിയുള്ള ഒരു ഐക്യഭാവമാണ് ഇവിടെ സംഭവിക്കുന്നത്. മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രങ്ങള് ആവരണങ്ങളായും കുണ്ടലിനി ദേവിയായും മുഖം മുതൽ പുച്ഛം വരെയുള്ള പഞ്ചദശിയുടെ 3 കൂടങ്ങളായും ആ ഒരു ഭാവിച്ച് ഐക്യ അനുസന്ധാനം എന്ന സമയം സിദ്ധിക്കുന്നു. ഇതില് ദേവിയും ഉപാസകനും ദേവി തന്നെയാണ്. ഇവിടെ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ലാന്നർത്ഥം. അപ്പൊ സമയാചാരത്തില് താല്പര്യമുള്ളവൾ, സമയാചാരത്തിലൂടെ ചരിക്കുന്നവൾ, ആ സമയാന്തസ്ഥമായ കാലം, സമയത്തിലൂടെ സഞ്ചരിക്കണമെന്ന് പറയാം. മനുഷ്യരിലെ കാലം ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ കാലത്തിന് ചലിക്കാനുള്ള ആ ഒരു മാധ്യമം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്. അപ്പൊ സദാ സഞ്ചരിക്കുന്നത് ചിന്തകളാകുന്ന രഥത്തിലേറിയ മനസ്സാണ്. അപ്പൊ മനസ്സിനെ പവിത്രമാക്കിയാലേ അതിൽ ദേവി വാസം ഉണ്ടാകുകയുള്ളൂ. അന്ധമായ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളിലും അല്ല ദേവിക്ക് താല്പര്യം. സത്തയെ അറിഞ്ഞ് തത്വബോധത്തോടു കൂടിയുള്ള ആരാധനയാണ് ദേവിക്ക് ഇഷ്ടം. അപ്പൊ സമയം എന്നാല് ശിവൻ സമയ എന്ന ദേവിയിലൂടെ ചലിക്കുന്നു. ആത്മാവിനെ സദാ ശരീരസ്ഥമായി കാണണം. സമയത്തിലൂടെ സഞ്ചരിച്ച് ആ തത്പരത്തെ ലക്ഷ്യമാക്കുന്നവൾ എന്നും നമുക്ക് പറയാം. തത് എന്നാൽ അത്, മറ്റൊന്ന്, തത്പദ ലക്ഷ്യാർത്ഥ അല്ലെ. പരിപൂർണമായിട്ട് അതിലേക്ക് കൊണ്ടുപോകുന്നവൾ. ഏത് ശരീരിയും തത്ത് എന്ന പരമാത്മാവിലേക്കാണ് ചെന്ന് ചേരുന്നത്. ശരീരം വിടുന്ന ഓരോ ജീവപ്രഭവും പ്രകൃതി ചൈതന്യമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ഇനി കൗളം, സമയം, മിശ്രം, ആചാരം എന്നത് ആ ഒരു മൂർത്തി പൂജ, മാനസപൂജ, മിശ്രപൂജ ഇവയാണ്. അപ്പൊ അതിൽ സമയാചാരം മാനസപൂജ തന്നെയാണ്. മൂലാധാരം തുടങ്ങി സഹസ്രാരം വരെയുള്ള ആധാര പൂജകളിൽ തത്പരയായിരിക്കുന്ന ദേവിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ദേവിക്ക് ആ മാനസപൂജയാണ് ഇഷ്ടമെന്നും പറയാം. ഓരോന്നും ചെയ്ത് ആ ഒരു പാകമായതിനു ശേഷമേ അടുത്തതിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുള്ളൂ. സാധനയുടെ ആ ഒരു എന്താ പറയാ, ആദ്യ ഭാഗത്ത് മൂലാധാരത്തിലെ മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയ്ക്കുള്ള ആ ഭാഗത്തെയാണ് മൂലാധാരം എന്ന് പറയുന്നത്. അവിടെ മന്ത്രം കൊണ്ട് ദേവിയെ ഉണർത്തി തുടർന്ന് സ്വാധിഷ്ഠാനത്തില് ആ ഒരു കാമകലാ സ്വരൂപത്തില് സൂക്ഷ്മ രൂപമായിട്ട് ധ്യാനത്തിൽ നിന്ന് ഉണർത്തി അരുണവർണമായി യുക്തമായ ആഭരണങ്ങളും അലങ്കാരങ്ങളും സാധകൻ കൽപ്പിച്ചു കൊടുക്കണം അമ്മയ്ക്ക്. ലളിതാ സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകത്തില് സിന്ദൂരാരുണ വിഗ്രഹം തുടങ്ങിയ ധ്യാന ശ്ലോകങ്ങൾ ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെയാണ് ദേവിക്ക് നമ്മൾ ഒരു ആകാരം കൊടുക്കുന്നത്. പിന്നെ മണിപൂരക ചക്രത്തിലേക്കാണ് ദേവിയെ കൊണ്ടിരുത്തി അവിടെ ദേവിക്ക് വേണ്ട അർഘ്യപാദ്യാദികൾ കൊടുക്കുന്നു. സിംഹാസനസ്ഥിതിയായ ദേവിയുടെ രക്തചരണങ്ങളെ സാഷ്ടാംഗം പ്രണമിക്കുന്ന സാധകൻ. അപ്പോൾ ദേവി സാധകനിൽ നിന്ന് ഉയർന്ന് സർവശക്തിയായിട്ട് സൂക്ഷ്മതമത്തിലേക്ക് എത്തുന്നു. അതാണ് കുണ്ടലിനി. ഇവിടെ വെച്ചും അലങ്കാരങ്ങൾ കൊടുക്കാം. സാധകന്റെ ശ്രദ്ധ സൂക്ഷ്മമാകാനാണ് ഇത് ചെയ്യുന്നത്. അനാഹത ചക്രത്തിലേക്ക് ആനയിച്ചിരുത്തി ദേവിക്ക് കർപ്പൂര വീടുകയൊക്കെ സമർപ്പിക്കാം. പിന്നെ ദീപാരാധനയോടുകൂടി വിശുദ്ധിയിലേക്ക് ആനയിക്കപ്പെടുന്നു. അവിടെ നിന്നും കർപ്പൂര ദീപാരാധനയോടുകൂടി ആജ്ഞാചക്രത്തിലേക്ക് ആനയിക്കുന്ന ദേവിയെ ഇവിടെ ദേവി ഒരു നവവധുവിനെ പോലെ ആഭരണങ്ങൾ അണിഞ്ഞ് സുഗന്ധപുഷ്പങ്ങൾ ചൂടി ഒരു വിവാഹ മുഹൂർത്തത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പരമമായ അവസാന ഘട്ടമായിരിക്കുന്ന സഹസ്രാരത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിമനോഹരമായിരിക്കുന്ന സാധകൻ തന്റെ ശരീരബോധത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അലൗകികമായ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ. അവിടെ മണവാളനായിരിക്കുന്ന ശിവഭഗവാൻ തന്റെ ശക്തിയെ കാത്തിരിക്കുകയാണ് അല്ലെ. അവിടെ പ്രവേശിക്കുമ്പോഴാണ് സാധകന് ദൃഷ്ടി മങ്ങുന്നതും തെളിയുന്നതുമെല്ലാം. കുണ്ടലിനി ഉപാസകർക്ക് ഈ അനുഭവം ഉണ്ടാകും. അവിടെ സാധകൻ ശക്തിയുടെ മടങ്ങി വരവിനായിട്ട് തിരശീലയിട്ട് കാത്തിരിക്കുകയാണ്. ശിവനുമായി ഐക്യപ്പെട്ട ശക്തി മഹാശക്തിയായിട്ട് തിരിച്ചു വരികയാണ്. നേരെ മൂലാധാരത്തിൽ ചെന്ന് 3.5 ചുറ്റായി വീണ്ടും ശയിക്കുന്നു അമ്മ. ഈ തരത്തിലുള്ള ഒരു ആരാധനയ്ക്ക് തൽപരയാണ് ദേവി എന്ന് ഈ നാമം സമർത്ഥിക്കുകയാണ്. കാരണം ഇതിനകത്ത് ഓരോ ആധാര ചക്രങ്ങളിലും എന്തൊക്കെ പൂജ, എന്തൊക്കെ വസ്ത്രങ്ങള്, എന്തൊക്കെ ആഭരണങ്ങൾ കൊടുക്കുന്നതെല്ലാം പരമ്പര അനുസരിച്ച് മാറ്റങ്ങൾ വരാം. കാരണം ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു പൊതുവേ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓരോ ഗുരു പരമ്പരയും നിർദ്ദേശിക്കുന്ന അനുസരിച്ച് മാത്രമേ നമുക്ക് ആധാര ചക്രങ്ങളിൽ ദേവിയെ പൂജിക്കാൻ സാധ്യമാകൂ. മൂലാധാരത്തിൽ ശക്തിയെ തിരിച്ചെത്തിയാൽ മാത്രമേ സാധന പൂർണ്ണമാകുന്നുള്ളൂ. ആ ഒരു മന്ത്രതന്ത്രമെല്ലാം ശ്രദ്ധാപൂർവം വിധിയാം വണ്ണം ഗുരു നിയന്ത്രണത്തിലൂടെ വേണം അനുഷ്ഠിക്കാനെന്ന് സാരം. അപ്പോ
ആ ഒരു എന്താ പറയാ സമയസിദ്ധി ഉണ്ടായി കഴിഞ്ഞു അല്ലേ ആ ഒരു സാധകന്. അപ്പോ സമയാചാര തത്പര എന്നുള്ള നാമം കഴിഞ്ഞു. ഇനി അടുത്ത നാമത്തിലോട്ട്, അതായത് 99ാമത്തെ നാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്, മൂലാധാരൈക നിലയ. അപ്പൊ ഇനിയുള്ള നാമങ്ങള് കുറച്ച് ഈ എന്താ പറയാ ഷഡ്ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. മൂലാധാരൈക നിലയ, ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, മണിപൂരാന്തരുദിത, വിഷ്ണുഗ്രന്ഥി വിഭേദിനി. ഇതെല്ലാം തന്നെ ആ ഓരോ ഗ്രന്ഥികളെ കുറിച്ചും ഷഡാധാരങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരണം നൽകിക്കൊണ്ട് പശുന്യാദി ദേവതകള് ഈ ഉപാസകർക്ക് വേണ്ടിയിട്ടും ഇത് പഠിക്കുന്ന ദേവിയെ എങ്ങനെ ഉപാസിക്കണം എന്നുള്ള രീതി പറഞ്ഞു തരികയാണ്. അപ്പോ മൂലാധാരൈക നിലയ, മൂലാധാര ഏക നിലയ. അപ്പൊ മൂലാധാരത്തിൽ തന്നെ കുണ്ടലിനി ശക്തിയുടെ രൂപത്തില് നിലകൊള്ളുന്നവൾ. അപ്പൊ കുണ്ടലിനി എന്നത് ജീവിതത്തിന് ആധാരമായിരിക്കുന്ന അതിസൂക്ഷ്മവും അതിശക്തവുമായ ഊർജ സമ്പുടമാണ്. സാധാരണ സ്ഥിതിയിൽ ഇത് മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും മധ്യത്തില് നട്ടലിലുള്ള മൂലാധാരം എന്നുള്ള കേന്ദ്രത്തിലാണ് നിലകൊള്ളുന്നത്. പൊക്കിളിന് അടുത്ത കേന്ദ്രമായിരിക്കുന്ന സ്വാധിഷ്ഠാനവും നെഞ്ചും ഉദരവും സന്ധിക്കുന്നത് മണിപൂരകവും, കണ്ഠത്തിന് താഴെ അനാഹതവും, കണ്ഠത്തിൽ വിശുദ്ധിയും, നെറ്റിക്ക് പിന്നിലായിട്ട് ആജ്ഞയും സ്ഥിതി ചെയ്യുന്നു എന്ന് യോഗശാസ്ത്രം പറയുന്നു. ഈ കേന്ദ്രങ്ങളെ എല്ലാം നമ്മൾ ചക്രം എന്നാണ് വിളിക്കുന്നത്. ഇവ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമല്ല. ഇപ്പൊ ഗ്രന്ഥികളുമായിട്ട് ഇവയ്ക്ക് ബന്ധമുണ്ട്. അപ്പോൾ നട്ടല്ല എന്ന് പറയുന്ന മേരുദണ്ഡത്തില് മൂലാധാരത്തിൽ തന്നെ പ്രധാന ഇരിപ്പിടമാക്കിയവൾ മൂലാധാരൈക നിലയ. ഈ നട്ടലിനകത്ത് സുഷുമ്ന നാഡിയാണ്. ഇതിന്റെ കീഴ്ഭാഗം ഗുദം, ലിംഗം, യോനി ഇവയ്ക്ക് നടുവിലുള്ള മൂലാധാരം, അതില് എന്താ പറയുക മൂലാധാരം വരെ നീണ്ടു കിടക്കുകയാണ്. ലിംഗത്തിന്റെ യോനിയുടെ ആ ഒരു മൂലപ്രദേശത്താണ് ശരിക്കും പറഞ്ഞാൽ സ്വാധിഷ്ഠാനം. അപ്പൊ മറ്റുള്ള ആധാരങ്ങളെ ങ്ങളിൽ ഉയർത്തിയ മേരുദണ്ഡത്തില് ആ സുമേരുവില് സഹസ്രാര പത്മവുമായിട്ട് മസ്തിഷ്കം ശോഭിക്കുകയാണ്. അപ്പൊ ചക്രങ്ങളെ നമ്മൾ പത്മങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ട് ചക്രങ്ങൾ ചേരുന്നതിനെ നമ്മൾ ഖണ്ഡങ്ങൾ എന്ന് പറയാറുണ്ട്. ഓരോ ഖണ്ഡത്തിനും മേലും കീഴുമായിട്ട് രണ്ട് ഗ്രന്ഥികൾ തമ്മിൽ പിണഞ്ഞ് അതിനെയാണ് മുടിച്ചുകൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്ലെക്സസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. 3 ഖണ്ഡങ്ങൾ, അഗ്നി, സൂര്യൻ, സോമൻ, അതായത് ചന്ദ്രൻ. ഇതിൽ മൂലാധാരത്തിന് 4 ഇതളാണുള്ളത്. ഇതിന്റെ കർണികയുടെ മധ്യത്തില് കുലകുണ്ടം എന്ന ബിന്ദുവില് തന്റെ മുഖത്തെ താഴോട്ട് തൂക്കി കുണ്ടലിനി സദാ ഉറങ്ങുന്നു. കുണ്ടലിനിക്ക് ആധാരമായതും സുഷുമ്നയുടെ മൂലമായതിനാലും മൂലാധാരം എന്ന് അതിന് പേര് വന്നു. അഗ്നികണ്ഠം സൃഷ്ടിയാണ് ഇതിന്റെ ധർമ്മം. അപ്പോൾ ആ ഒരു ബ്രഹ്മസ്ഥാനമാകയാൽ അവിടുത്തെ ഗ്രന്ഥികളെ നമ്മൾ ബ്രഹ്മഗ്രന്ഥി എന്നാണ് പറയുന്നത്. ഷഡ് ചക്രങ്ങളില് സൃഷ്ടിചക്രം എന്ന് പറയുന്നത് ഈ ചതുരശ്രം, അതായത് സ്ക്വയർ, അഷ്ടദളം, ഷോഡശദളം എന്നിങ്ങനെ 3 ആവരണങ്ങൾ ചേർന്നതാണ്. 2 പത്മങ്ങൾക്കിടയില് അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന ഒരു ദ്വാരം അഥവാ നാളിക രൂപത്തിലാണ് ഗ്രന്ഥികളെ പരസ്പരം പിണഞ്ഞ് ഈ ഊർജ സംവേദനം നടത്തുന്നത്. അപ്പോൾ മൂലാധാരം എന്ന് പറയുന്ന ഏക നിലയത്തോടെ ഇരിക്കുന്നവൾ മൂലാധാരേക നിലയ എന്നും ഇതിന്റെ ആധാരത്തിൽ ഉറച്ചു നിൽക്കുന്നവൾ എന്ന ലളിതമായ ഒരു അർത്ഥവും നമുക്ക് നോക്കാം. കാരണം ഏത് നിലയിൽ എത്തിയാലും നിലത്ത് തന്നെ നിൽക്കണം എന്നൊരു ചൊല്ലുണ്ട് അല്ലെ. എത്ര മഹത്വം ആർജിച്ചാലും നിലമറക്കാത്ത തന്റെ പേരിൽ തന്നെ സ്ഥിതിയായവൾ. എളിമയും വിനയവും കൈമുതലായിട്ടുള്ള ശക്തി സാധകരില് പ്രകടമാകുന്ന ശക്തി. ഇപ്പൊ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ആധാരത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി തത്വത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മുതൽ കുണ്ടലിനിയുടെ വർണ്ണനയാണ് ആരംഭിക്കുന്നത്. ആധാര ചക്രങ്ങളിലെ ആദ്യത്തെ ചക്രം, അതായത് നമ്മൾ കണ്ടു ഗുദത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയ്ക്കായിട്ടാണ് 4 ഇതളുകളുള്ള മൂലാധാരം. ഇവിടെയാണ് തലകീഴായിട്ട് കുണ്ടലിനി എന്ന് പറയുന്ന നമ്മുടെ ശക്തി ഉറങ്ങിക്കിടക്കുന്നത്. ആ ശക്തിയെ നിയന്ത്രിക്കുന്ന ദേവതയാണ് നമ്മൾ കാഗിനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കാഗിനി രൂപധാരിണി, കറുപ്പും വെളുപ്പും ഇടകലർന്ന മുഖത്തോടു കൂടിയ കാഗിനി ദേവി കുണ്ടലിനിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അതായത് സ്നേഹവും ആ ഒരു ദണ്ഡവും ഇടകലർത്തിയെന്നർത്ഥം. അപ്പൊ സാധന ആരംഭിക്കുമ്പോൾ ഉണരുന്ന കുണ്ടലിനി ആധാരങ്ങളെ ഭേദിച്ചു കൊണ്ടുപോകുന്ന പന്ഥാവുകള് സാധനയെ അറിയിച്ച് കൊണ്ടാണ് സഹസ്രാരത്തിലേക്ക് എത്തുന്നതെന്നർത്ഥം. ഇങ്ങനെ സാധനയിലൂടെ കുണ്ടലിനി ഉണരുന്നവർക്ക് നല്ല നിദ്രാസുഖം, ദഹനേന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയൊക്കെ ഉണ്ടാകും. മറ്റു കാര്യങ്ങൾക്കെല്ലാമുള്ള ക്ഷമതയോടുകൂടി ആധാരമാണ് മൂലാധാരം എന്ന് തന്നെ പറയാം. ഈ ആധാര ചക്രങ്ങളിലെ പ്രതിനിധീകരിക്കുന്നത് പഞ്ചഭൂതങ്ങളിലെ ഓരോ മൂലകങ്ങളെയാണ്. ഭൂമിയാണ് മനുഷ്യന്റെ അടിസ്ഥാനം. ഇപ്പൊ മൂലാധാര തത്വം
എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ആ ഒരു ഇത്തരം സാധനങ്ങളെല്ലാം. ഭൂമിയിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇവയാണ് ഒരു ത്രികോണം ദൃശ്യമാകുന്നത് അല്ലെ. ഇതില് സൂര്യമുഖം ഭേദിച്ചുകൊണ്ടാണ് കുണ്ടലിനി ശക്തി മുകളിലേക്ക് യാത്ര ചെയ്യുന്നത്, ഉണരുന്നതെന്ന് നമുക്ക് പറയാം. കാരണം പോകുന്ന വഴിയിൽ പ്രകാശം ചൊരിയാൻ സൂര്യമുഖത്തിലൂടെയാണ് അഗ്നിയും ചന്ദ്രനും പ്രയാണം ചെയ്യുന്നത്. എല്ലാത്തിന്റെയും ആധാരം ദേവിയാണ്. ദേവി തന്നെയാണ് പരബ്രഹ്മ സ്വരൂപമായിട്ടിരിക്കുന്ന എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. എന്തും ഉദ്ഭവിക്കുന്നത് അമ്മ എന്ന ശക്തിയിൽ നിന്ന് തന്നെയാണ് അല്ലെ. കഥയിലൂടെ നോക്കുകയാണെങ്കിൽ തന്റെ മണിദ്വീപിലെ എല്ലാ ശക്തികളോടും കൂടിയാണ് ദേവി ദേവകാര്യത്തിനായിട്ട് ഉദ്യമിച്ച് വരുന്നത്. ആ ഒരു ദീപം ജ്വലിക്കുമ്പോൾ അതിന്റെ അടിഭാഗത്ത് ഇരുട്ടാണ് ഇല്ല. ഏത് ദീപത്തിന്റെ അടിഭാഗം ഇരുട്ടാണെന്ന് നമുക്ക് കാണാം. ഇത് ചിലപ്പോ ദീപം അറിയാതെയാണ് പ്രകാശം വരുത്തുന്നത്. ദീപത്തിന്റെ ചുറ്റുപാടും പ്രകാശമായിരിക്കും. ആ സ്വന്തം കുറവുകളെ അറിയാതെയും അറിഞ്ഞും അവയെ തിരുത്താതെയുമുള്ള ദേവിയല്ല മൂലാധാരത്തിൽ സ്ഥിതിയായിരിക്കുന്ന ദേവി. ചിന്താശക്തിയുള്ള മനുഷ്യൻ ആത്മപ്രകാശമുള്ള സാധകന്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ട് ഇല്ലാതാക്കുന്നു. ഈ ഒരൊറ്റ നാമം തന്നെ ദേവിയുടെ എന്താ പറയാ, എവിടെയാണ് ദേവി ഇരിക്കുന്നത് ശരീരത്തില് അല്ലെ. ആ മൂലാധാരസ്ഥിതിയായിരിക്കുന്ന ദേവിയാണ് നമുക്ക് വാഗ്ദേവതകള് പരിചയപ്പെടുന്നത്. ഇനി ഓരോ നാമങ്ങളിലും ദേവിയുടെ ആ യോഗശാസ്ത്ര പ്രകാരമുള്ള നമ്മുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ 99ാമത്തെ നാമം അപ്പൊ മൂലാധാരൈക നിലയ. അടുത്തത് 100ാമത്തെ നാമമാണ്. സഹസ്രനാമത്തിലെ ആദ്യത്തെ എന്താ പറയാ 100 എന്ന് പറയുന്ന, ഇതുവരെ നമ്മൾ 99 എന്ന് പറയുമ്പോൾ 9 ചക്രങ്ങള്. 1 എന്ന് പറയുമ്പോൾ എന്താ, അടുത്തതിലോട്ട് പ്രവേശിക്കുകയാണ്. കേട്ടോ, 1 എന്ന് പറഞ്ഞാൽ എല്ലാം ഉത്ഭവിക്കുന്ന സ്ഥലം, ഒന്നിൽ നിന്നാണ് പലതായിട്ട് തീരുന്നത് അല്ലെ. 100ാമത്തെ നാമം പറയുന്ന എന്താണ്, ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അപ്പൊ ബ്രഹ്മഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ നിയന്ത്രിക്കുന്ന കേന്ദ്രം. ഉത്തേജിപ്പിക്കലും ചിലപ്പോൾ നിർവീര്യമാക്കലും ചെയ്യുന്ന ശക്തി. വിഭേദിനി എന്ന് പറഞ്ഞ ഈ കേന്ദ്രത്തെ തകർത്ത് ആത്മാവിനെ ഉയർത്തുന്നവൾ. മൂലാധാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം ആ ഒരു മറ്റുള്ള ഗ്രന്ഥികളിലേക്ക് പോകാൻ ഈ നാഡികളെ ഭേദിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ സൃഷ്ടിക്കാനുള്ള ഊർജം ആദ്യം ഭേദിക്കുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാന ചക്രങ്ങളെയാണ്. ഈ ചക്രങ്ങളെ ചേർത്തിട്ടാണ് നമ്മൾ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നത്. ഗ്രന്ഥ എന്ന ധാതുവിൽ വളരെ വിപുലമായും മഹത്തരവുമായിട്ടുള്ള വസ്തുവിനെ ചെറുതാക്കി സൂക്ഷ്മമായിട്ട് അവതരിപ്പിക്കുക എന്നർത്ഥം. ഇപ്പൊ ഗ്രന്ഥം എന്ന വാക്കിങ്ങനെയാണ് ഉണ്ടായത്. ശ്രീവിദ്യയെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചെറുതായിട്ട് കുറുക്കി പറയുന്നു. ഇനിയും ചെറുതാക്കിയാൽ എന്താ, സൂത്രം അല്ലെങ്കിൽ നൂല്. അപ്പൊ നൂല് പോലെ കെട്ടിമുറുക്കിയ അനേകം നാഡീ സമാഹാരങ്ങളെയാണ് നമ്മൾ പ്ലക്സസ് അല്ലെങ്കിൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പൊ മനോനിയന്ത്രണം കൊണ്ട് സർവ ഇന്ദ്രിയ വിജയം നേടുന്നത് സമയം. ഇപ്പൊ കുണ്ടലിനി ശക്തി ബ്രഹ്മഗ്രന്ഥിയെ ഭേദിക്കുന്നതോടുകൂടി സാധകൻ സൃഷ്ടിവാസനയിൽ നിന്ന് മുക്തി നേടുന്നു. അപ്പോ ബ്രഹ്മഗ്രന്ഥിയെ ആ വിശേഷമായിട്ട് ഭേദനം ചെയ്യുന്നവൾ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അപ്പൊ ഗ്രന്ഥിയിൽ നിന്നാണ് ഗ്രന്ഥം എന്നുള്ള വാക്കിന്റെ ഉൽപ്പത്തി അല്ലെ. ഗ്രന്ഥിയിൽ നിന്നാണ് അറിവുകൾ അത് ശിരസിലേക്ക് ശേഖരിക്കപ്പെടുന്നതും ശേഷം ശിരസാണ് ആ ഒരു ഗ്രന്ഥമായിട്ട് അവതരിപ്പിക്കുന്നതും. ഇപ്പൊ ഗ്രന്ഥി എന്നാല് ഗ്രന്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വായിക്കപ്പെടുക എന്നൊരു അർത്ഥമുണ്ട്. അപ്പൊ ശിരോലിഖിതങ്ങളെല്ലാം തന്നെ അവിടെ ജന്മത്തിന്റെ ഗ്രന്ഥമാണ് ഇല്ലേ. അത് വായിക്കപ്പെടുന്നതാകട്ടെ താൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ്. അപ്പൊ തന്നെ തന്നെ വായിക്കുക, ആത്മമനനം കൊണ്ട് ആ ഒരു എന്താ പറയാ ക്ലാവ് ബാധിക്കുന്ന തന്റെ അന്തരംഗത്തെ മിനുക്കിക്കൊണ്ടിരിക്കുക. ഒരു സാധകൻ ബന്ധങ്ങളുടെ കെട്ടായ ബ്രഹ്മഗ്രന്ഥി ആ ഒരു ദേവിക്ക് ഭേദിക്കേണ്ടതായിട്ടുണ്ട്. ബ്രഹ്മഗ്രന്ഥിയെ ദേവിയാണ് ഭേദിക്കുന്നത് അല്ലെ. ആദ്യത്തെ തടസ്സം എന്ന് പറയുന്നത് എന്താണ്, ഈ സംസാര സാഗരം കടക്കാൻ മനുഷ്യന്റെ മമത്വം തന്നെയാണ് എന്ന് പറയാം. അപ്പൊ ആദ്യം അതിനെ തിരിച്ചറിയണം. ആ മൂലാധാരത്തിന് താഴെയും സഹസ്രാരത്തിന് മുകളിലും ഗ്രന്ഥികളില്ല. മറ്റ് ആധാരങ്ങളുടെ താഴെയും മുകളിലുമായിട്ട് 3 ഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു ഇല്ലേ. ഇത് യോഗശാസ്ത്രം പറയുന്നതാണ്. അപ്പൊ മൂലാധാരത്തിന് മുകളിലും സ്വാധിഷ്ഠാനത്തിന് താഴെയുമാണ് ബ്രഹ്മഗ്രന്ഥി. അത് ഭേദിക്കപ്പെടുമ്പോൾ സാധകൻ അറിയുന്നു. കാരണം എന്താ, കാരണം സ്വാധിഷ്ഠാനത്തിലേക്കുള്ള ഈ കവാടം ഭേദിക്കുന്നത് തലച്ചോറിൽ നിന്നുകൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശിരസ്സാണ് ഇതിന് സഹായിക്കുന്നത്.
അപ്പോ പ്രവഹിക്കുന്നത് എന്താണ്? ജ്ഞാനമാണ്. ഒരു പ്യൂപ്പയിൽ നിന്ന് ചിത്രശലഭം പോലെയാണത്. അതിന് നിഷ്ഠയും കാലവും അനിവാര്യമായ ഘടകമാണ്. ആ സീൽക്കാര ശബ്ദത്തോടെയാണ് കുണ്ടലിനി ഉണർന്ന് മേൽപോട്ട് സഞ്ചരിക്കുന്നത്. അത് സ്വാധിഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കണു. മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയാണ് ഇതെന്ന് കാണാം നമുക്ക്. സൃഷ്ടിക്കുള്ള കഴിവ് എല്ലാവരിലും അന്തർലീനമാണ്. ആ ശക്തിയെ ഉണർത്തുന്നവളാണ് ദേവി എന്നർത്ഥം. അപ്പൊ സൃഷ്ടി എന്നാല് നാമരൂപങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. ഭാവന, കവിത്വം, കഴിവുകൾ എല്ലാം തന്നെ സൃഷ്ടിയാണ് മനുഷ്യരെ സംബന്ധിച്ച്, അല്ലെ? അപ്പോ ബ്രഹ്മഗ്രന്ഥി വിഭേദിനിയായിരിക്കുന്ന ദേവി 101 നാമം പറയുന്നു മണിപൂരാന്തരുദിത. അപ്പൊ മണിപൂരാന്തരുദിത, മണിപൂര അന്തര ഉദിത, മണിപൂര ചക്രത്തിനുള്ളിൽ ഉദിച്ചവൾ. അപ്പൊ താഴെ നിന്ന് 3-ാമത്തെ ചക്രമാണ് മണിപൂരകം. അപ്പൊ സാധന പുരോഗമിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാകും. അപ്പൊ ഇതിനു ശേഷമാണ് വിഷ്ണു ഗ്രന്ഥി ഭേദിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കിപ്പോ ഈ ഗ്രന്ഥികളെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ഈ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. കാരണം ഈ ആദ്യം യോഗശാസ്ത്ര പ്രകാരമുള്ള ഷടാധാരങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ മണിപൂരാന്തരുദിത, ഇപ്പൊ നാഭി എന്ന് പറഞ്ഞാല് 10 ഇതളുള്ള മണിപൂരക ചക്രം. അതിനെയാണ് നമ്മൾ ആ ഒരു എന്താ പറയാ സൗരഖണ്ഡം, വിഷ്ണു സ്ഥാനം, സ്ഥിതി ചക്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ പാദ്യം മുതൽ ആഭരണം വരെ 47 ആചാരങ്ങളാണ് ഇവിടെ ദേവിക്ക് കൊടുക്കുന്നത്. മണികളാൽ അലങ്കൃതമായത്, അതായത് രത്നങ്ങള്. ഈ ചക്രത്തിലാണ് ദേവീ സ്വരൂപം ആദ്യമായിട്ട് വ്യക്തമായിട്ട് ഉദിക്കുന്നതെന്ന് പറയാം. അപ്പോ മണിപൂരാന്തത്തില് രുദിതയായിട്ടുള്ളവൾ മണിപൂരാന്ത രുദിത. അപ്പൊ മണിപൂരക ചക്രത്തില് ദേവി മൂലാധാരത്തിന്റെ തുടർച്ചയായിട്ട് അടയാളമായിട്ടിരിക്കുന്നു. അപ്പൊ നാഭിയിലെ അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടെണ്ണാണ്. ഒന്ന് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിലനിൽപ്പ്, ഒന്ന് മാതാവിനെ മറക്കാതിരിക്കാനുള്ളതാണെന്നും നമുക്ക് പറയാം. കാരണം ശരീരപോഷണത്തിനും ആ ഒരു സന്തുലിതാവസ്ഥയ്ക്കും വേണ്ടിയാണ് ജീവജാലങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെ? പൊക്കിൾ എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ ജനനിയോടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരിക്കലും ആധാരത്തെ മറക്കാൻ സാധ്യമല്ല. അമ്മ എന്ന് പറയുമ്പോൾ പ്രസവിച്ച അമ്മ മാത്രമല്ല, ജനിച്ച ഭൂമിയും കൂടെയാണ്. അപ്പോ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്നാണ് പ്രമാണം, അല്ലെ? ജനനിയും ജന്മഭൂമിയും സ്വർഗത്തെക്കാൾ ഉയർന്നതാണ്. അപ്പോ നാഭിയില് ആ അടയാളമില്ലാതെ അടയാളമില്ലാത്ത ജന്തുക്കളില്ല. എല്ലാത്തിനും ഉണ്ട്, അല്ലേ? പക്ഷികൾക്കും ഉണ്ട് നാഭിച്ചുഴി. അത് മുട്ടയ്ക്കകത്തുണ്ടായി നശിക്കുന്നത് കൊണ്ട് പ്രത്യക്ഷമായി പുറത്തേക്ക് കാണുന്നില്ല എന്ന് മാത്രം. എല്ലാ സൃഷ്ടിയുടെയും ഉറവിടത്തെ ശ്രദ്ധിക്കുമ്പോഴാണ് ആ പൊക്കിൾക്കൊടി ബന്ധം നമുക്ക് മനസ്സിലാകുന്നത്. പൊക്കിൾ ചുഴിക്ക് ഒരു ആകർഷണ സിദ്ധാന്തമുണ്ട്. കുണ്ടലിനി ബ്രഹ്മഗ്രന്ഥിയെ ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രാപ്തമാക്കണം, അല്ലെ? സൃഷ്ടിക്ക് നിലനിൽപ്പ് കൊടുക്കാൻ സംസാരവുമായിട്ട് ബന്ധമുണ്ടാക്കണം. അപ്പൊ ഗർഭസ്ഥ ഭ്രൂണത്തിന്റെ നിലനിൽപ്പ് പൊക്കിൾ കൊടിയാണ്. അതിന്റെ ആഹാരവും പ്രാണനും എല്ലാം അതിലൂടെയാണ്. അവിടെ അതിന് നൽകുന്ന ശക്തിയായിട്ടാണ് ദേവി അവിടെ വസിക്കുന്നത്. മേനാദേവിയുടെ ഗർഭത്തിൽ ജനിച്ചവളാണ് ശ്രീ പാർവതി ദേവി. ആ ശക്തി ആ സൃഷ്ടിയുടെ നാഭീപത്മത്തിൽ വസിക്കുന്നു. കുണ്ടലിനി തത്വം എടുക്കുകയാണെങ്കിൽ നാഭീപത്മത്തിന്റെ 10 ഇതളുകളാണ്. സുഷുമ്ന നാഡിയില് നാഭീതലത്തിലാണ് മണിപൂരകം സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിന്റെ താപനില, ദഹനക്രിയ ഒക്കെ നിയന്ത്രിക്കുന്ന കേന്ദ്രസ്ഥാനമാണ് മണിപൂരക ചക്രം എന്ന് പറയാം. മണിപൂരകത്തിന്റെ തൊട്ടുമുകളിലാണ് വിഷ്ണു ഗ്രന്ഥി. ഇപ്പൊ മൂലാധാരം സൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പ്, മണിപൂരകം സൃഷ്ടിക്ക് സംസാരവുമായിട്ടുള്ള നിലനിൽപ്പ്, ഇതെല്ലാം നടക്കുന്നത് മണിപൂരകത്തിലൂടെയാണ്. അപ്പൊ മണി എന്നാൽ രത്നം എന്ന അർത്ഥമുണ്ട്. ഇപ്പൊ ആ പൂര എന്നാല് പരിപൂർണമായിട്ട്, അന്ത എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ, ഉദിത ദ്യോതിക്കുന്നവൾ. ഇവിടെ ധ്യാനിക്കുന്ന യോഗികൾക്ക് ബില്ലിന്റെ ആകൃതിയിലുള്ള പ്രകാശം ദൃശ്യമാകാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ചക്രത്തിലെ അഗ്നിതത്വമാണ്. ഇവിടെയാണ് ദേവി സിംഹാസനത്തിൽ ഇരുത്തി അമ്മയ്ക്ക് അലങ്കാരങ്ങളോടുകൂടി പൂജിക്കേണ്ടത്. ദേവിയുടെ അലങ്കാരങ്ങളുടെ പ്രകാശം കൊണ്ട് സദാ അന്ധകാരം നീങ്ങിയ ഇടമാണ് മണിപൂരക ചക്രം എന്ന് പറയുന്നത്. നമ്മള് എന്താ പറയാ 101 നാമം എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് വിഷ്ണു ഗ്രന്ഥിയെ കുറിച്ചാണ് പറയുന്നത്. കാരണം വിഷ്ണു ഗ്രന്ഥി വിഭേദിനി. അപ്പൊ ഇനി 2 ഗ്രന്ഥികളൂടെ ഭേദിക്കാനുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് വിഷ്ണു ഗ്രന്ഥി മണിപൂരാന്ത രുദിത വിഷ്ണു ഗ്രന്ഥി വിഭേദിനി എന്നുള്ള നാമത്തിൽ നമുക്ക് ഇവിടെ നിർത്താം. കാരണം മണിപൂരകം എന്ന് പറയുന്ന ആ ഒരു സ്ഥലം
അതായത് വിഷ്ണു ഗ്രന്ഥി വിഭേദിനി 102 നാമമാണ്. അതായത് സ്ഥിതിയുടെ നിലനിൽപ്പിന്റെ അവസ്ഥയാണ് വിഷ്ണു ഗ്രന്ഥി എന്ന് പറയുന്നത്. അതായത് സൃഷ്ടിയെ നിലനിർത്തുന്ന ബലങ്ങൾ, അതിനെയാണ് വിഷ്ണു ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. സൃഷ്ടി നീണ്ടു നിൽക്കുകയായതുകൊണ്ട്, നീണ്ടു നിൽക്കുക എന്നാൽ എന്താ? ആത്മാക്കൾ വീണ്ടും വീണ്ടും ജനിക്കുക എന്നാണ് അർത്ഥം, അല്ലെ? അത് ബന്ധനമാണ്. അപ്പൊ മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? വിഷ്ണു ഗ്രന്ഥിയെ ഭേദിക്കണം. അപ്പൊ ഉപാസകന് വിഷ്ണു ഗ്രന്ഥിയെ ഭേദിച്ച് അവന് മോക്ഷം നൽകുന്നവളാണ് ദേവി. അപ്പൊ 102 നാമത്തിന് നമുക്ക് അങ്ങനെ അർത്ഥം എടുക്കണം. കാരണം മണിപൂരകവും അനാഹതവും സൂര്യഖണ്ഡങ്ങളാണ്. ശരീരത്തിന്റെ മധ്യരേഖ എന്ന് പറയുന്നത് നാഭിയാണ്. അപ്പോ ആ ഒരു എന്താ പറയാ, അന്നം ഊർജമായിട്ട് മാറുന്നത് ഇവിടെയാണ്. അപ്പൊ നാഭിയും ഹൃദയവുമാണ് ഊർജത്തെ വ്യാപിപ്പിക്കുന്നത്. വിഷ്ണു എന്നാൽ പറഞ്ഞാൽ വ്യാപനം, വിഷ് എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക, വിഷ്ണു എന്ന് പറഞ്ഞാല് ശരീരത്തിലെ പ്രാണന്റെ നിലനിൽപ്പിന് വ്യാപനം ചെയ്യുന്നവൻ, ചെയ്യിപ്പിക്കുന്നവൻ. വ്യാപനം വേണം, പ്രാണൻ എല്ലായിടത്തും എത്തിച്ചേരണം, അല്ലെ? വായുവാകുന്ന മരുത്തുക്കളോട് ചേർന്നാണ് ഊർജം സർവ്വനാഡികളിലും സഞ്ചരിച്ച് സർവാംഗവും പ്രാണശക്തി പ്രസരിപ്പിച്ച് ആരോഗ്യത്തെ നിലനിർത്തുന്നത്. ഇവിടെ കുണ്ടലിനി വിശുദ്ധി വരെയുള്ള വിഷ്ണു ഗ്രന്ഥിയെ ഭേദിച്ച് ഉപാസകൻ സ്ഥിതി എന്നുള്ള വാസനയിൽ നിന്ന് മുക്തി നേടുന്നു. 8 ദളങ്ങളെ കാണിക്കുന്ന അഷ്ടദള പത്മം, ഊർധ്വം, അധോഭാഗം എന്ന് കാണിക്കുന്ന 2 രേഖകൾ ചേർന്നതാണ് വിഷ്ണു സ്ഥാനം എന്ന് പറയുന്നത്. വിഷ്ണു ഗ്രന്ഥിയെ ആ ഒരു വിശേഷേണ ഭേദനം ചെയ്യുന്നവൾ, വ്യാപ്നോതി വിഷ്ണു, അല്ലെ? സൃഷ്ടി കഴിഞ്ഞ് സ്ഥിതിയാണ്. പ്രകൃതിയെ അറിഞ്ഞാലേ അതിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ അറിയാൻ സാധിക്കൂ. പാലനം എന്നുള്ള പ്രക്രിയ വളരെ സങ്കീർണമാണ്. സംസാരത്തിലും ഉപജീവനം തന്നെയാണ് ഏറ്റവും പ്രധാനം. ത്രിമൂർത്തികളിൽ വിഷ്ണുവിനാണ് ഈ പറയുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം വിഷ്ണുവാണ്, അല്ലെ? അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ ആരാധനയ്ക്ക് ആ പ്രാധാന്യം ഏറുന്നത്. അമ്മേ നാരായണ എന്ന ദേവിയെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ സംസാരവുമായിട്ട് ബന്ധമുണ്ടാക്കി അതിനെ പരിപാലിക്കുക എന്നുള്ള കർത്തവ്യം കൂടെ ദേവി തന്നെയാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പൊ 2ാമത്തെ കെട്ടാണ് വിഷ്ണു ഗ്രന്ഥി. അപ്പൊ ജീവികളിലെ ഒരു ഭ്രൂണത്തിന്റെ പാലനം അമ്മയിലൂടെ, പൊക്കിൾ കൊടിയിലൂടെ ഗർഭപാത്രത്തിലെ ശിശുവിനെ അമ്മയുടെ ശരീരം പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഇനി സംസാര സാഗരത്തെ സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന അനാദിയായിരിക്കുന്ന ശക്തി ഒന്ന് തന്നെ പലതായ രൂപമാറ്റം, ഇല്ലേ? എല്ലാറ്റിനും ശക്തി തന്നെയാണ് ആധാരമായ ഗ്രന്ഥികൾ അഥവാ കെട്ടുകൾ. മണിപൂരക ചക്രത്തിന് തൊട്ടു മുകളിലുള്ള വിഷ്ണു ഗ്രന്ഥിയുടെ അധിപൻ മഹാവിഷ്ണു തന്നെയാണ്. കുണ്ടലിനി പ്രഭാവം കൊണ്ട് സാധകൻ അതിനെ ഭേദിച്ച് അതിന് അതീതനായിട്ട് മാറുകയാണ്. വിഷ്ണു ഗ്രന്ഥി ഹൃദയം കൊണ്ടാണ് ഭേദിക്കപ്പെടേണ്ടത്, ബ്രഹ്മഗ്രന്ഥി ശിരസ് കൊണ്ടാണ് ഭേദിച്ചത്, അല്ലെ? അപ്പോ മണിപൂരകത്തിലെ രത്നത്തിനെ തിരിച്ചറിഞ്ഞ സാധകൻ സംസാര സാഗരവുമായിട്ടുള്ള കെട്ടുകളെ ഭേദിക്കുമ്പോഴാണ്, ഭേദിക്കുക എന്നത് വളരെ നിസ്സാരാണ്. സ്വന്തം ബന്ധങ്ങളുടെ കെട്ടുകളെ ഭേദിച്ച് ഇപ്പോ ശരീര താതാത്മ്യത്തിന്റെ കെട്ടുകളെയാണ് ഭേദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു ക്ഷണികമായ ലൗകികതയെ കുറിച്ചുള്ള ജ്ഞാനം സാധകന് കൈവന്നു എന്നർത്ഥം. അങ്ങനെ മൂലാധാരം കീഴടക്കിയ യോഗിക്ക് ആത്മീയമായിട്ടൊരു സ്വാഭാവികമായിട്ടുള്ള വളർച്ചയാണിത്. അപ്പോഴേ ആ മരം പക്വമാകുമ്പോൾ തണലും ഫലങ്ങളും ലഭിക്കുകയുള്ളൂ, അല്ലെ? അവിടെ ഇളപ്പ് വഴികൾ ഒന്നുമില്ല. മൂലാധാരം കീഴടക്കിയ സാധകന് ഭൗതികവും ലൗകികമായിട്ടുള്ള പ്രതിബന്ധങ്ങളെ അനായാസമായിട്ട് കീഴടക്കാനും, ആ സ്വാധിഷ്ഠാനം കീഴടക്കുമ്പോൾ ജലം പോലെ പോകുന്നിടത്തെല്ലാം എല്ലാത്തിലുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും തടസ്സങ്ങളെ അതിക്രമിക്കാനും, മണിപൂരകൻ ജയിക്കുമ്പോൾ അഗ്നി പോലെ തേജസ്സുള്ളവനും അനാഹതം കീഴടക്കുമ്പോൾ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞവനുമായിട്ട് തീരുന്നു സാധകൻ. എളിമ കൊണ്ടാണ് ഭാരം കുറയുന്നത്. വിശുദ്ധി ചക്രത്തെ ജയിക്കുമ്പോൾ എന്നേക്കുമായി ശരീരബോധം നശിക്കുകയും ആജ്ഞാചക്രത്തെ കീഴടക്കുമ്പോൾ നിത്യത അറിഞ്ഞു തുടങ്ങുകയും ചെയ്യും. സഹസ്രാരത്തിലെത്തിയാൽ താനും പ്രകൃതിയും ഭിന്നരല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് ലോകങ്ങളെ വെച്ച് കണക്കാക്കുമ്പോൾ മൂലാധാരം ഭൂലോകമാണ്, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ആ ഒരു ജനലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെ 7 ലോകങ്ങളെ കടന്ന് ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ആ ശിവശക്തി സംയോഗത്തിലൂടെ സാധകൻ തന്റെ ആ ഒരു ശരീരം, മനോബുദ്ധി, അഹങ്കാരത്തെ എല്ലാം അതിക്രമിച്ചുകൊണ്ട് എവിടെ നിന്ന് വന്നോ അവിടുത്തെ ആ ഒരു നിത്യമായിരിക്കുന്ന ചൈതന്യത്തിലേക്ക് ലയിക്കുക എന്ന് പറയുന്ന അതിമനോഹരമായിരിക്കുന്ന ആ മോക്ഷത്തെയാണ് നമ്മൾ ഓരോ ഗ്രന്ഥികളുടെയും ഭേദനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത ഗ്രന്ഥികളെ കുറിച്ച് വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. 100 നാമങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞിരിക്കുകയാണ്. അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്രയും പൂർത്തിയാക്കാൻ സാധിച്ചു.
എല്ലാം ആ പാദപത്മങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ വന്ദിച്ചുകൊണ്ട് എല്ലാം ലളിതാ ത്രിപുര സുന്ദരിക്ക് അർപ്പിച്ചുകൊണ്ട് ഭക്തിം ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തിരാരോഗ്യം ദേഹിമേ പരമേശ്വരി. സർവം ലളിതാർപ്പണമസ്തു. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.